വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിലും ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയതും ശുശ്രൂഷ ജീവിതത്തിലും സ്വന്തം മക്കളെ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ഈ ഒരു പ്രക്രിയയിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ച ദൈവവചനത്തിൻ്റെ മേഖലകൾ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ ജോലി മാത്രമല്ല, ഈ കൗൺസിലിംഗ് മേഖലയ്ക്കകത്തോട്ട് ഇറങ്ങി പ്രവർത്തിക്കുവാൻ അങ്ങനെ ഒരു മുഖാന്തരമുണ്ടായി. അതിനോടൊരു ടേസ്റ്റ്, ഒരു പാഷൻ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, മക്കളുടെയൊക്കെ ജീവിതം വ്യക്തിപരമായ നിലവാരത്തിൽ വന്ന് അവർ ഡീറ്റെയിൽഡായിട്ട് അവരുടെ ജീവിതം തുറന്ന് നമ്മളുടെ മുൻപിൽ വയ്ക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് എനിക്ക് തന്നെ ഉണ്ടാകുവാനിടയായത്. അപ്പം കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, ICPF, ഇങ്ങനെയുള്ള എല്ലാ യൂത്ത് സംഘടനകളുടെ കൂട്ടത്തിൽ ചേർന്ന് ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ജിബു പാസ്റ്ററിനോട് ഒക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം പിള്ളേരെ ഓർത്തങ്ങ് ഭാരമാണ്, അല്ലേ? പിള്ളേർ ശരിയല്ല, ഇപ്പോഴത്തെ കാലഘട്ടം ശരിയല്ല, ഇവരുടെ പോക്ക് ശരിയല്ല. അപ്പം ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്, ഈ പിള്ളേരെ ആദ്യം കിട്ടുന്നത് മാതാപിതാക്കളുടെ കയ്യിലേക്ക്. ആദ്യത്തെ അവരുടെ ചില ഏറ്റവും ശ്രേഷ്ഠമായ വർഷങ്ങൾ ഈ ഭവനങ്ങൾക്കകത്താണ് പണിയപ്പെടുന്നത്. ദൈവം നമ്മുടെ മേൽ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാസ്റ്റർ, ഇനിയും മാതാപിതാക്കൾക്കും കൂടെ ക്ലാസ് വെക്കണം. നമ്മൾ പിള്ളേരെ ഒത്തിരി ഗുണദോഷിച്ചു, അവരെ ഒത്തിരി പഠിപ്പിച്ചു, അത് വേണം. പക്ഷേ ഇല്ല, നമ്മൾ കോഴിയാണോ മുട്ടയാണോ ആദ്യം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അല്ലേ? അത് ഒരു കുസൃതി ചോദ്യമാണെന്ന് വിചാരിക്കാമെങ്കിലും ദൈവത്തിൻ്റെ വചനപ്രകാരം അതിനൊരു ഉത്തരമുണ്ട്. ദൈവം ആദ്യം മുട്ടയല്ല സൃഷ്ടിച്ചത്, ദൈവം കോഴിയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് പോലെ ഇതിനകത്തൊരു സീക്വൻസ് ഉണ്ട്, അല്ലേ? മാതാപിതാക്കളോടാണ് ആദ്യം നമ്മൾ ഉപദേശം കൊടുക്കേണ്ടുന്നത്, നമ്മളാണ് ബോധവൽക്കരിക്കപ്പെടേണ്ടുന്നത് എന്നൊരു വലിയ ഭാരത്താൽ കഴിഞ്ഞ ചില നാളുകൾ യൂത്ത്സിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിച്ച സമയത്ത് എനിക്കുണ്ടായ ഒരു വലിയ ബേർഡനാണ്. അത് ഞാൻ പലയിടത്തും പങ്കുവയ്ക്കുവാനിടയായി. അതിൻ്റെ ഫലമായി പാരലലി യൂത്ത്സിന് ക്ലാസ് എടുക്കുന്നതിന് പാരലലി മാതാപിതാക്കൾക്കും ക്ലാസ് എടുക്കുവാനുള്ള വേദികൾ അനേക സ്ഥലത്ത് ഒരുങ്ങി വരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഒന്ന് തിരിയാം. സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്ന ഭാഗങ്ങളാണ്, എന്നാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. 127 സങ്കീർത്തനം, അല്ലേ? കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സ്വപ്നമാണ്. വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ്, മനുഷ്യർ കണ്ടുപിടിച്ചതല്ല. മാരേജ് ഈസ് ഗോഡ്സ് ഐഡിയ, ഇറ്റ് ഈസ് ഗോഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സ്ത്രീയും പുരുഷനും ഒരു ഉടമ്പടിയിൽ അവർ ഒന്നായി തീരണമെന്നും അവരിലൂടെ മക്കൾ ജനിക്കണമെന്നും ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായിട്ട് ദൈവം നിയമിച്ചാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ അകത്തൊരു സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ സങ്കല്പവും ദൈവത്തിൻ്റെ സ്വപ്നവുമാണ്. 127 സങ്കീർത്തനം, അത് നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. 3-ാം വാക്യം, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. Behold, children are a gift of the Lord. ദൈവത്തിൻ്റെ ചില ചിന്തകളാണ്, അല്ലേ? ഇന്ന് കുഞ്ഞുങ്ങളെ ഒരു ദാനമായി കാണുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ട്? മക്കൾ, അല്ലേ? അവരൊരു ഭാരമാണ്, ഒരു തലവേദനയാണ്, ഒരു ലയബിലിറ്റിയാണ്. നമ്മുടെ ഒത്തിരി നല്ല സമയങ്ങൾ അവർക്ക് വേണ്ടി വേർതിരിക്കേണ്ടി വരുന്നല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന നല്ല ഒരു ശതമാനം ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ഗാർഡിയൻസിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ചിൽഡ്രൻ ആർ എ ഗിഫ്റ്റ്. ഒരു സ്ത്രീയും പുരുഷനും അവരൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ബന്ധത്തെ അനുഗ്രഹിച്ച് ദൈവം അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക. പ്രൈസ് ഗോഡ്.
നമ്മളെല്ലാം ഒരു വിവാഹിതരാകുമ്പോൾ നമ്മളൊക്കെ പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ ഈ നവദമ്പതികൾക്ക് നമ്മളെല്ലാം കൊണ്ടു കൊടുക്കും അല്ലേ? എന്നാൽ ദൈവം അവരുടെ ബന്ധത്തെ അനുഗ്രഹിച്ച് അവർക്ക് കൊടുക്കുന്ന ഒന്നാണ് ഈ മക്കൾ. 4-ാം വാക്യം പറയുന്നത്, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴി നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. എന്തൊരു അനുഗ്രഹമാ മക്കളുള്ളത്. വേണ്ടും പോലെ ദൈവത്തിൻ്റെ വഴികളിൽ അവരെ വളർത്തിയെടുത്തുകൊണ്ട് വരുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അവരിങ്ങനെയായി തീരുമെന്നാ ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദത്തമായി പറയുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് വീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെ അല്ലേ? നമുക്കൊരു മുതൽക്കൂട്ടാണ്. They are a blessing to us, like arrows in the hand of a warrior. താഴോട്ട് വായിക്കുമ്പോൾ 128, യഹോവയെ ഭയപ്പെട്ട് തൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയായി തീരുമെന്ന് വിവരിക്കുന്നിടത്ത്, വർണ്ണിക്കുന്നിടത്ത്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഇത് ദൈവത്തിൻ്റെ ഒരു സങ്കല്പമാണ്, ദൈവത്തിൻ്റെ ഒരു പിക്ചറാണ് അല്ലേ? വഴക്കുമടിയും പ്രശ്നവും ദുഃഖിക്കുന്ന മാതാപിതാക്കളും വേദനിക്കുന്ന അമ്മയപ്പന്മാരും അങ്ങനെ ഒരു ചിത്രമല്ല ഇവിടെ പറയുന്നത്. എന്താണ് അല്ലേ? മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. ഭാര്യ നിന്റെ, അതാ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഭവനം അതിപ്രകാരമായിരിക്കും, ഇപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിനൊരു സങ്കല്പമുണ്ട്. നമ്മൾ ഇന്ന് ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതം അല്ലേ, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന ഒരു ചിത്രം അതെങ്ങനെയൊക്കെയോ അങ്ങനെ ആയിപ്പോയതാ. മനുഷ്യൻ തൻ്റേതായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്നും നാം ഏറെ ദൂരത്ത് മാറിപ്പോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയമാണിത്, ദൈവത്തിൻ്റെ സങ്കല്പങ്ങളാണിത്. അത് താഴോട്ട് ആ അനുഗ്രഹത്തിൻ്റെ അവസ്ഥകളെ വീണ്ടും പറയുന്നു. 139-ാം സങ്കീർത്തനം നമ്മൾ ബർത്ത്ഡേയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്, ദൈവത്തിൻ്റെ വലിയൊരു പ്ലാനാണ്. ആക്സിഡൻ്റലായിട്ട് ആരും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നില്ല. ഞാൻ വലിയ വേദനയോടെ പറയുകയാണ്, ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ, ജാതികളായിട്ടുള്ള മനുഷ്യരിൽ നിന്നല്ല, ക്രിസ്തീയ സമൂഹം, വിശ്വാസി സമൂഹത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ ഒരു ലജ്ജയും കൂടാതെയാണ് അബോർഷന് വേണ്ടി എൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു ഡോക്ടറെ, അത് ഞങ്ങൾ കേട്ടല്ലോ, ഒരു ഗുളിക കഴിച്ചാൽ മതി, ഡോക്ടർ ഒത്തിരി ഒന്നും വിഷമിക്കേണ്ട, ഞങ്ങൾ അതിൻ്റെ പാപവും ശാപവും ഞങ്ങൾ ഏറ്റെടുത്തോളാമെന്നാണ് പറയുന്നത്. ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലോ, ചുമ്മാ ഒരു ഗുളിക കഴിച്ചാൽ മതി, അതിപ്പോൾ അത്രയൊന്നും ആയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വലൻ ടു കമ്മിറ്റിംഗ് മർഡർ. പ്രൈസ് ഗോഡ്. എൻ്റെ കഴിഞ്ഞ 25 വർഷത്തെ പ്രാക്ടീസിൽ ഇന്ന് വരെയും ഒരബോർഷനും ചെയ്യാതെ എൻ്റെ ആ ഫീൽഡിൽ നിൽക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഒത്തിരി പ്രഷർ വരും ചിലപ്പം നമ്മുടെ പുറത്ത് പല സ്ഥലങ്ങളിൽ നിന്ന്, എന്നാൽ ആ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുവാൻ, അങ്ങനെ കൗൺസിൽ ചെയ്തതുകൊണ്ട് ഈ ഭൂമിയിൽ അല്ലേ ജനിക്കാതെ ആ ഉദരത്തിൽ തന്നെ നശിച്ചു പോകേണ്ടിയ എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ജനിക്കുവാൻ കർത്താവിടയാക്കി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്ന ഈ ആശയങ്ങൾ അല്ലേ, നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണെങ്കിലും അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. എന്ത് പ്രഷ്യസാ ഓരോ കുഞ്ഞുങ്ങളും. അവർ ജനിച്ചു കഴിഞ്ഞു, നിങ്ങൾ പോലുമല്ല, ഞങ്ങളൊക്കെ ആദ്യമേ ഈ കുഞ്ഞുങ്ങളെ കാണുന്നത് ഹോസ്പിറ്റലിലാണ് ഡെലിവറി ആകുന്നതെങ്കിൽ, എന്നാലും നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ കാണുന്നത്. പക്ഷേ നോക്കിക്കേ, ദ നോളജ് ഓഫ് ഗോഡ് ഫോർ ദെം ഈസ് സോ ഡീപ്പ്.
നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. 16-ാം വാക്യം, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു. നമ്മുടെ കയ്യിലോട്ട് ഒരു സമയത്തേക്ക് കാര്യവിചാരകത്വം നടത്താൻ ദൈവം ഏൽപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിനുള്ളവരാണ്. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അവരെക്കുറിച്ച് പദ്ധതിയുണ്ട്. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ലുക്ക് അറ്റ് ദാറ്റ് ഇൻറ്റിമേറ്റ് നോളജ് ഓഫ് ഗോഡ് അബൌട്ട് ഈച്ച് പേഴ്സൺ. ഓരോ വ്യക്തികളെയും കുറിച്ച് എന്തൊരു ഇൻറ്റിമേറ്റ് നോളജാണ്. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുപോലും വരാതിരിക്കെ ദൈവം അതെല്ലാം മുന്നമേ അറിഞ്ഞു, ദൈവം അത് മുന്നമേ കണ്ടു. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം ദൈവത്തിൻ്റെ വിളി. ആദ്യത്തെ ആ ചാപ്റ്ററിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യെരമ്യാവ് ദൈവത്തിൻ്റെ വിളി 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു. ഈ വാക്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്ത് വന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. I consecrated you. I knew you. I consecrated you. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. I have appointed you as a prophet to the nations. അപ്പം ഞാനൊരു യൗവനക്കാരനാണ്, ദൈവമേ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നീ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. I have a plan for your life. I have appointed you a prophet to the nations. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് തരുന്ന ഈ കുഞ്ഞുങ്ങൾ, ഇവരോരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമുക്കാണ് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതെങ്കിലും ഇവർ ശരിക്കും ദൈവത്തിനുള്ളവരാ. ദേ ബിലോങ് ടു ഗോഡ്. അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു ഡെസ്റ്റിനി ഉണ്ട്. നമ്മുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിച്ചെടുക്കുവാൻ വേണ്ടി അല്ല ദൈവം നമുക്ക് മക്കളെ തരുന്നത്. ദൈവത്തിന് അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതിലേക്ക് അവരെ വളർത്തിയെടുക്കുക, ദൈവത്തിൻ്റെ വഴികളിലേക്ക് അവരെ വളർത്തിയെടുക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രോവേർബ്സിലേക്ക് നമുക്കൊന്ന് വരാം. സദൃശ്യ വാക്യങ്ങൾ. എന്തിനാണ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത്? അതിൻ്റെ 24-ാം അധ്യായം. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്തു നിന്നാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. എന്നാൽ ആമുഖമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ. സദൃശ്യവാക്യം 24, അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികൾ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. പ്രൈസ് ഗോഡ്. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്കാർക്കും തന്നെ പ്രോപ്പറായിട്ടുള്ള ലൈഫ് ലെസൺസ് ഒന്നും എങ്ങൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം. നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അറിയാമല്ലേ, നമ്മളൊരു കുടുംബത്തിൻ്റെ അകത്ത് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് നമ്മുടെ വീടുകൾക്കകത്ത് നമ്മൾ ആരും ഡിസ്കസ് ചെയ്യത്തില്ല. സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല നമ്മുടെ ജെൻഡറിനെ കുറിച്ച്, നമ്മുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, നമ്മുടെ ലൈംഗികതയെക്കുറിച്ച്. ദൈവമല്ലേ നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചത്.
അതിനൊരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവോടുകൂടെ ഈ കാര്യങ്ങൾ ഓപ്പണായിട്ട് നമ്മൾ ആരെയും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, പറയുന്നില്ല നമ്മൾ. അത് കഴിഞ്ഞ് എന്താ, പലയിടങ്ങളിൽ നിന്നും ലോകത്തിൽ നിന്നും, അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ അവർക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും അവരൊരു പക്ഷേ ഗൂഗിളിലേക്കാണ് തിരിയുന്നത്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് അവരുടെ ക്യൂരിയോസിറ്റി അനുസരിച്ച് അവരുടെ ചോദ്യങ്ങളുടെ ഉത്തരം അവർക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അവർക്ക് കിട്ടുന്ന അറിവുകളിൽ നല്ലൊരു ശതമാനം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ദൈവത്തിൻ്റെ വഴികളെ കുറിച്ചൊരു ബോധ്യം, അങ്ങനെ ക്രിസ്ത്യൻ എഡ്യൂക്കേഷന് വലിയൊരു റോളുണ്ട്. വാട്ട് ആർ ഗോഡ്സ് വേസ്? അതിനുശേഷം വളർന്നു വന്നു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അല്ലേ? നമ്മൾ കല്യാണത്തിന് മുമ്പ്, ഇപ്പം ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചില സഭകളിലൊക്കെ അങ്ങനെ ആയി. അത്യാവശ്യം ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ ഇത് എത്ര നേരത്തെ ഒരു ക്ലാസ് ആയിരിക്കും സാധാരണ നമ്മൾ കൊടുക്കുന്നത്? മേ ബി 1 hour, 2 hours, അല്ലേ? ഒരു ഡോക്ടറാക്കി എടുക്കാൻ, ഒരു എൻജിനീയർ ആക്കി എടുക്കാനൊക്കെ എത്ര വർഷത്തെ പഠനം. ഓരോ കുഞ്ഞുങ്ങൾ ഒന്നും വേണ്ട, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ, ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ, അല്ലേ? നമ്മൾ ഈ വാക്യത്തിനകത്ത് വായിച്ച കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. എന്തൊക്കെയാ ഇവിടെ പറയുന്നത്? ജ്ഞാനം, വിവേകം, അല്ലേ? പരിജ്ഞാനം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിസ്ഡം. ഒരു ഭവനം എങ്ങനെയാ പണിയുന്നത്, ജീവിതങ്ങൾ എങ്ങനെയാ പണിയപ്പെടുന്നത്, ഇതിന് ഈ സംഗതികളൊക്കെ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ പഠിക്കണം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമീകരിക്കണം. എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഒരു റോഡിൽ ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ അതിനൊരു പ്രായമുണ്ട് ലൈസൻസ് കിട്ടാൻ. അതിനു മുൻപ് ചില പ്രക്രിയകളുണ്ട്. കുഞ്ഞിന് പ്രായമായി, എനിക്ക് പൈസയുമുണ്ട്, എന്നാൽ ഒരു കാർ മേടിച്ചു കൊടുത്തേക്കാം, ഇവൻ അതേലിരുന്ന് ഓടിക്കട്ടെ, ആഹാ എൻ്റെ മോനല്ലേ എന്ന് നിയമമോ നമ്മുടെ നാടിൻ്റെ നിയമങ്ങൾ അത് അനുവദിക്കുന്നില്ല, അല്ലേ? ഒരു അത്യാവശ്യം ട്രെയിനിങ് ഇല്ലാതെ, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരാൾക്ക് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റുകയില്ല. ദർ ഈസ് എ മിനിമം റിക്വയർമെൻറ്റ്. ആ ഒരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ ഒരു മിനിമം റിക്വയർമെൻ്റ് ഉണ്ട്. പക്ഷേ ഒരു ഭർത്താവായി തീരുക, ഒരു ഭാര്യയായി തീരുക, ഒരു അപ്പനായി തീരുക, ഒരു അമ്മയായി തീരുക, ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനെന്തോ ട്രെയിനിങ് ഉണ്ട്. നമ്മൾ പിള്ളേരെ ഒരുപാട് പൈസയും ഒരുപാട് കാര്യങ്ങളുമൊക്കെ കൊടുത്ത് നമ്മളവരെ പഠിപ്പിക്കാൻ വിടുന്ന യൂണിവേഴ്സിറ്റികളിലോ പ്രൊഫഷണൽ കോളേജുകളിലോ ഒന്നും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നില്ല, അവർക്ക് കിട്ടുന്നില്ല. അവരോരോ സബ്ജക്റ്റും പഠിച്ചുകൊണ്ട് ഡിഗ്രിയുമായിട്ട് അവിടുന്ന് വരുന്നു. പക്ഷേ ജീവിക്കാൻ, ജീവിത മൂല്യങ്ങൾ, പ്രായോഗിക ജീവിതത്തിനകത്ത് വേണ്ടുന്നതായിട്ടുള്ള മൂല്യങ്ങൾ ലഭിക്കത്തക്ക സിസ്റ്റം ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷനകത്ത് ഇല്ല. ഹല്ലേലൂയ. അത് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ സത്യത്തിൻ്റെ തൂണായിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. എന്നെ ഇതുപോലുള്ള സെമിനാറുകൾ എടുക്കാൻ എനിക്ക് എത്ര സമയമില്ലേലും, പാസ്റ്റർ പറഞ്ഞു ഒത്തിരി ബിസിയാണ്, അല്ലേ? പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല. എനിക്ക് എവിടെ ഒരു അവസരം കിട്ടിയാലും, ബിക്കോസ് ഐ ബിലീവ് ഇൻ ദിസ്. നമ്മൾ പറയണം, നമ്മൾ പഠിപ്പിക്കണം. ഇന്നൊരാണും കൂടെ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല, പെണ്ണും കൂടെ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല. ദൈവം സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ട് മാത്രമല്ല, മൂന്നാമതും നാലാമതും ഒക്കെ പലതരത്തിലുള്ള ജെൻഡറുകൾ ഉണ്ട് എന്ന്, അല്ലേ? ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി ആയിരിക്കുന്ന അമേരിക്കൻ സൈക്കാട്രി സൊസൈറ്റിയും ലീഗൽ സൊസൈറ്റീസും ഇന്ന് പബ്ലിക്കായിട്ട് പ്രചരിപ്പിക്കുക.
മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്ന യൂട്യൂബ് ചാനലുകൾ ഇത്തരത്തിലുള്ള ഭോഷത്തരങ്ങൾ പ്രചരിപ്പിക്കുക. നമ്മുടെ മക്കൾ ഇതൊക്കെയാണ് കാണുന്നത്. ഓവർ ടൈമായിട്ട് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വഴികൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. മീഡിയ ഈസ് വെരി പവർഫുൾ. മീഡിയ എന്ന് പറയുമ്പം തന്നെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ? അതങ്ങ് പ്രചരിപ്പിക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ, ഞാൻ യൂത്ത്സിന് എടുക്കുമ്പം പറയാറുണ്ട്, ഇങ്ങനെ ഒരു സാധനം കാണിച്ചിട്ട് മക്കളെ ഇതേത് കളറാന്ന് ചോദിച്ചാൽ അവിടെ 100 പേരുണ്ടെങ്കിൽ 100 പേരിൽ ആരും ഇത് കറുപ്പാണെന്ന് പറയത്തില്ല അല്ലേ? ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ടങ്ങനെ? ചെറിയ പ്രായത്തിൽ നമ്മെ ആരോ പഠിപ്പിച്ചു ഇതിനെ നമ്മൾ ഇങ്ങനെയാ വിളിക്കേണ്ടുന്നതെന്ന്. കറുപ്പേതാണെന്നും വെളുപ്പേതാണെന്നും ചുമപ്പേതാണെന്നും ഒക്കെ ആരോ നമ്മളെ പഠിപ്പിച്ചു തന്നു. ഫാക്റ്റുകളായിട്ട് നമ്മളത് സ്വീകരിച്ചു. അതുകൊണ്ട് ഇന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഏതെങ്കിലും ഒരുത്തൻ എഴുന്നേറ്റ് ഇത് കറുപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല വേണ്ട, ഇവിടെ 100 പേരിൽ 80 പേരും ഇത് കറുപ്പാണെന്ന് പറഞ്ഞാലും അല്ലേ, മെജോറിറ്റി പറയുന്ന കാര്യം സത്യമാണെന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. എന്ന് പറയുന്നത് പോലെ 1+1 = 2യും കളേഴ്സും ആൽഫബറ്റ്സും ആനിമൽസിൻ്റെ പേരും ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു വിട്ടു. പക്ഷെ എന്താ മക്കളെ വിവാഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ ജീവിത മൂല്യങ്ങൾ, കുഞ്ഞുങ്ങൾ കൺഫ്യൂസ്ഡാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ നമ്മൾ പറയണം, പഠിപ്പിക്കണം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. അപ്പം ഇവിടെ പറയുന്ന ഈ ഭാഗം എന്താണ്? Proverbs 24. ഞാൻ എടുക്കുന്ന സെമിനാറുകൾ, കൊടുക്കുന്ന ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ്റെ പിന്നിലെല്ലാം എനിക്ക് പ്രചോദനം തരുന്ന ഒരു ഭാഗമാണിത്. ഭവനം പണിയപ്പെടുന്നത് ഇഷ്ടിക വെച്ചിട്ട് സിമെൻറ്റ് വെച്ചിട്ടല്ല. മെനി ടൈംസ് ഇന്ന് കുടുംബങ്ങൾക്കകത്ത് പ്രശ്നമുള്ളത്, മക്കളെ വളർത്തുന്ന കാര്യത്തിൽ പ്രശ്നമുള്ളത് പരസ്പരം സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ഇറ്റ് ഈസ് നോട്ട് എ ലവ് പ്രോബ്ലം, ഇറ്റ് ഈസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം. വിസ്ഡം ഈസ് ലാക്കിംഗ്. ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല, മനസ്സിലാക്കലില്ല ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച്. മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ട് സന്തോഷിക്കുമ്പോൾ, ദൈവമേ നിൻ്റെ വഴികളെ എനിക്ക് പഠിപ്പിച്ചു തരണമേ, നിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഒരു ആഗ്രഹം, ഒരു പ്രാർത്ഥന, ഒരു കരച്ചില നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ഹൃദയത്തിനകത്ത് വേണ്ടുന്നത്. ദൈവമേ നിൻ്റെ വഴികളെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. ജ്ഞാനം വേണം, ജ്ഞാനം വേണം അല്ലേ? വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. നമ്മൾ അവിശ്വാസികളുടെ കണ്ണു തുറക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ദൈവമേ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇവർക്ക് കൊടുക്കണമേ, ഇവരുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. കാരണം അങ്ങയുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് പറഞ്ഞ് വലിയൊരു പട്ടിക ഇവർക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണം. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നമ്മൾക്ക് വേണം. ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചുള്ള നല്ലൊരു മനസ്സിലാക്കൽ നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു റിസൾട്ട് നമ്മുടെ കുടുംബജീവിതങ്ങൾക്കകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് തിരിയാം. ആവർത്തന പുസ്തകം അല്ലേ, ഇസ്രായേലിൻ്റെ അന്നത്തെ 6-ാം അധ്യായം. ഇസ്രായേലിൻ്റെ അന്നത്തെ കൾച്ചറിൽ പിള്ളേരെ ഒന്നും സ്കൂളിൽ പഠിപ്പിക്കാൻ വിടാറില്ലായിരുന്നു. അവരുടെ ഫോർമൽ എഡ്യൂക്കേഷൻ എല്ലാം ഭവനങ്ങൾക്കകത്തായിരുന്നു. മാതാപിതാക്കൾ, ഇന്ന് നമ്മൾ സാധാരണ മക്കളോടുള്ള ബന്ധത്തിൽ ഇത്ര അധികം ഉത്തരവാദിത്വം നമ്മക്കുണ്ട് എന്ന് ഒരുപക്ഷെ മാതാപിതാക്കൾ ചിന്തിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ ശരിയായില്ലെങ്കിൽ നമ്മൾ പറയുമോ ഞങ്ങൾ പോകുന്ന സഭ അത്രയും ശരിയല്ല, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ പാസ്റ്ററിന് വലിയൊരു അല്ലേ, പാസ്റ്ററിനെ യൂത്ത്സിനെ ഒന്നും അങ്ങോട്ട് നിയന്ത്രിക്കാൻ അറിയത്തില്ല. അല്ലെ യൂത്ത് പാസ്റ്ററിനെ കുറ്റം പറയും, സൺഡേ സ്കൂൾ ടീച്ചറിനെ നമ്മൾ കുറ്റം പറയും.
ശരിക്കും നമ്മുടെ ചർച്ചിലുമുണ്ട്, സൺഡേ സ്കൂളും യൂത്തും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ദൈവവചനത്തിനകത്ത് എവിടെയും സൺഡേ സ്കൂളും യൂത്ത് ഗ്രൂപ്പിനൊന്നും ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. എവിടെയും ആ റെഫറൻസ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഉത്തരവാദിത്വം പ്രധാനമായിട്ടും മാതാപിതാക്കളുടെ മേലാണ്. കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിച്ചെടുക്കുവാൻ, ദൈവത്തിൻ്റെ വഴികളിൽ അവരെ വളർത്തിയെടുത്തുകൊണ്ട് വരുവാൻ ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് മാതാപിതാക്കളെയാണ്. അതിനകത്തും പിതാക്കന്മാരുടെ മേളിലാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ദൈവം കൊടുത്തിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും പ്രൈസ് ഗോഡ്. കണ്ടോ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഭാഗമാണ്. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും, അതായത് ഈ കുഞ്ഞുങ്ങളുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് നമുക്കുണ്ടായിരിക്കണം. അതുവഴി ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തിൻ്റെ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വി ആർ റെസ്പോൺസിബിൾ ഓവർ അവർ ചിൽഡ്രൻ. അത് തന്നെ ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ 19 മുതൽ 21 വരെ നിന്റെ മക്കൾക്ക് അവ ഉപദേശിച്ചു കൊടുക്കണം. അല്ലേ, ഇതിങ്ങനെ ഈ കട്ടളപ്പുറത്തും പടിവാതിൽക്കൽ എഴുതുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ നല്ലപോലെ ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തം, സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിക്കണം. അവർ പഠിപ്പിക്കുന്നത് കൊള്ളാം, അവരെല്ലാം നമുക്ക് ബോണസാണ്. സൺഡേ സ്കൂൾ ടീച്ചറും യൂത്ത് പാസ്റ്റേഴ്സും സെമിനാഴ്സും പാസ്റ്ററിൻ്റെ മെസ്സേജസും ഒക്കെ നമുക്ക് അനുഗ്രഹമാണെങ്കിലും പ്രധാനമായിട്ട് മാതാപിതാക്കൾക്കാണ് ഈ വലിയ ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ കയ്യിൽ ഈ കുഞ്ഞുങ്ങളെ ദാറ്റ് ഈസ് വെയർ വി ഹാവ് ടു. നമുക്ക് ഏകദേശം ഉണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾ ഒരു യൗവനപ്രായമായി കഴിയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ബോധ്യം വരുന്നത്, ഇവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇവർ ശരിയല്ല. പക്ഷേ ആ ടെൻഡർ ഇയേഴ്സ്, ആദ്യത്തെ അല്ലെ, ജനിക്കുമ്പം മുതൽ നമ്മുടെ വീടിനകത്താണ്, നമ്മുടെ കയ്യിലോട്ടാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുണ്ടവർ. നമ്മളാണ് ഏറ്റവും അല്ലേ, മാതാപിതാക്കൾ ആദ്യത്തെ ഗുരുക്കന്മാരാണ്, കാണപ്പെടുന്ന ദൈവമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ സാധാരണ മനുഷ്യർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒത്തിരി യാഥാർത്ഥ്യങ്ങളുണ്ട് അല്ലേ. അപ്പം വി ആർ പ്രൈമറിലി റെസ്പോൺസിബിൾ ഓവർ അവർ ചിൽഡ്രൻ. അവരെ ദൈവത്തിൻ്റെ വഴികളിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തരികയാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു കുടുംബജീവിതം. അവരെ പഠിപ്പിക്കുന്ന, അവരെ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഞാൻ അത് പറയട്ടെ. അതാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം. ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷം, അവിടുത്തെ പിതാവും മാതാവും തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം പഠിക്കുന്നതിന് മുൻപ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ആ ഡൈനാമിക്സ്, അത് ദൈവത്തിൻ്റെ വഴികൾ അനുസരിച്ചായിരിക്കണം എന്നുള്ള വലിയൊരു പഠനം ഒരു ചാപ്റ്റർ 1 ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇത് ചാപ്റ്റർ 2 ആയിട്ടേ ശരിക്കും പറഞ്ഞാൽ വരത്തുള്ളൂ. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ഭർത്താവ്. സഭ എങ്ങനെ ക്രിസ്തുവിനോട് കീഴ്പ്പെട്ടിരിക്കുന്നുവോ അതുപോലെ തൻ്റെ ഭർത്താക്കന്മാരോട് കീഴ്പ്പെട്ടിരിക്കുന്ന ഭാര്യമാര്. ഇങ്ങനെയൊരു ഭവനത്തിൻ്റെ അന്തരീക്ഷം, പരസ്പരം സ്നേഹവും കരുതലും ബഹുമാനവും ഒക്കെയുള്ള ഒരു കുടുംബമാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു. എൻ്റെ ഫാദർ ഒരു വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു. ഇന്ന് പപ്പ ഇല്ല. 2009 താൻ കടന്നുപോയി. അതിനു മുൻപ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത് വലിയ പ്രയാസവും വേദനയും ഒക്കെ ആയിരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ കർത്താവ് തൻ്റെ ഹൃദയത്തെ തുറക്കുവാനിടയായി തീർന്നു. എൻ്റെ ഫാദർ
ഒത്തിരി നല്ല മെമ്മറീസാണ് ഞങ്ങൾക്ക് ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഉള്ളത്. ഞാൻ ഒരു കാര്യം എപ്പോഴും അവരുടെ മാരേജ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ജോബ്സ് ആയിരുന്നു. എൻ്റെ മദർ ഒരു സ്റ്റാഫ് നേഴ്സായിരുന്നു, ഫാദർ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായിരുന്നു. വലിയ ശമ്പളമൊന്നും അവർക്കില്ല, ചെറിയ ശമ്പളമൊക്കെ വാങ്ങിച്ച് ആ കാലങ്ങളിൽ ഇത് സോ മെനി ഇയേഴ്സ് ബാക്ക് അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഒരു ഏരിയയാണ്. പക്ഷേ അല്ലേ, മമ്മിക്കൊക്കെ അന്ന് ഞങ്ങൾ 3 മക്കളുണ്ട്. അപ്പം മമ്മിയെ എങ്ങനെയും അമേരിക്കയിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അന്ന് നടക്കുന്നു. മമ്മിയുടെ ആൾക്കാരെല്ലാം അമേരിക്കയിലും ഗൾഫിലും ഒക്കെ ആയിരുന്നു. അപ്പം 3 മക്കളുണ്ട്. ഇവർ രക്ഷപ്പെടണമെങ്കിൽ അല്ലേ, നമ്മുടെയൊക്കെ ഭാഷ അങ്ങനെയാണല്ലോ, ഇവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അമേരിക്കയിലോ ഗൾഫിലോ പോയാലേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും എൻ്റെ ഫാദർ അന്നൊരു സ്ട്രിക്റ്റായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു അല്ലേ. ഒത്തിരി സമ്പത്തും ഒത്തിരി കാര്യങ്ങളും ഒന്നും നമുക്ക് വേണ്ട, അല്പമേ ഉള്ളൂ എങ്കിലും കഞ്ഞി കുടിച്ചാ കിടക്കുന്നതെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിയണം. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഇന്ന് ഞാനത് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ അനുസരിച്ച് ആരും അത് പേഴ്സണലായിട്ട് എടുക്കരുത്, തെറ്റിദ്ധരിക്കരുത്. കാരണം ജോലിയോടുള്ള ബന്ധത്തിൽ മറ്റ് പല പ്രായോഗിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ നമുക്ക് മാറി മാറി നിൽക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഹസ്ബൻഡ് ഒരിടത്തും വൈഫ് ഒരിടത്തും നിൽക്കുന്ന ഒരു സിസ്റ്റം ഒരിക്കലും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ശരിയല്ല. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെയാണ് അല്ലേ. നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റമാണ് ഗൾഫ് അല്ലേ, മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ജോലി സാധ്യതകൾ നല്ലതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു വീട് വെക്കണം, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഓർത്ത് നോക്കി, അത് ദൈവത്തിൻ്റെ ഒരു സിസ്റ്റത്തിനകത്തുനിന്ന് കംപ്ലീറ്റ്ലി ഓഫ് ഒരു കാര്യമാണത്. ഒരിക്കലും ഒരു സ്ത്രീ തനിച്ച് അല്ലെ ഒരു പുരുഷൻ തനിച്ച് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമെന്ന് ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. പിതാവ് വേണ്ടുന്നിടത്ത് പിതാവ് വേണം, മാതാവ് വേണ്ടുന്നിടത്ത് മാതാവ് വേണം. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഇതിനകത്തുനിന്ന് ഒരാൾ അല്ലേ അവർ മരണപ്പെടുവോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആണെങ്കിൽ അതൊരു എക്സെപ്ഷനാണ്, അതൊരു വേറെ കാര്യമാണ്. പക്ഷെ അല്ല എങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മക്കളെ വളർത്തണം. ഇന്ന് ഞാൻ കാണുന്ന ഒരുപാട് സഹോദരിമാർ അവരൊത്തിരി സ്ട്രെസ്ഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം മക്കളൊന്ന് അല്പം വളർന്നു കഴിയുമ്പോൾ അവർക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ പിള്ളേരെ തന്നെ ഒരു പിതാവിൻ്റെ ശിക്ഷണം, ഒരു പിതാവിൻ്റെ കെയർ, ഡിസിപ്ലിൻ, കരുതൽ ഒരു മാതാവിനത് കൊടുക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെയൊക്കെ സഭകളിൽ വിശ്വാസികളെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ കുടുംബമായിട്ട് പോകണം. ഇപ്പം വന്ന് ഹസ്ബൻഡ് ഒരിടത്ത്, വൈഫ് ഒരിടത്ത്, മക്കള് വേറൊരിടത്ത്. അതിനകത്തും മക്കൾ 2-3 പേരുണ്ടെങ്കിൽ അവർ തന്നെ ഒരാൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, ഒരാൾ വൈഫിൻ്റെ വീട്ടിൽ. എന്തുമാത്രം മാനസികമായിട്ടുള്ള ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ്, പ്രോബ്ലംസ് ഈ ഒരൊറ്റ കാര്യത്താൽ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. അതിൻ്റെയൊക്കെ എഫക്റ്റുകൾ നമ്മൾ റീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കൂടെ പിള്ളേരുടെ പ്രശ്നമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് തെറ്റാണ്. നമ്മൾ കുഞ്ഞുങ്ങളെയാ കുറ്റപ്പെടുത്തുന്നത് അല്ലേ. പിതാവ് ഇവിടെ ഇല്ല, അവിടെ നിന്ന് എന്തിനാ കുഞ്ഞിനെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ. എല്ലാവരുടെയും ഒരു സ്റ്റാൻഡേർഡ് ആൻസറാണ്, നമ്മുടെ ഒരു സ്ട്രോങ് ഹോൾഡാണല്ലോ വീട്. വീട് വേണം, വീട് വേണം. ഈ വീടെല്ലാം വെച്ച് കഴിയുമ്പോഴോ പിള്ളേർ പല വഴിയായി ഒരു രാത്രി പോലും സമാധാനമായിട്ട് ആ ഭവനത്തിനകത്ത് കിടന്നുറങ്ങാൻ കഴിയാത്ത വിഷയങ്ങളായി കഴിഞ്ഞു. അല്ലേ, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം അവർക്ക് വേണ്ട, നമ്മുടെ കാശും പണവും ഒന്നും അവർക്ക് വേണ്ട. നമുക്ക് തോന്നും
അല്ലേ? അവിടെ നിന്ന് എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുന്ന, എന്താ കഷ്ടപ്പെട്ട് കിടന്ന് അധ്വാനിക്കുന്നേ അവിടെ വേറെ പ്രോബ്ലം, ഇവിടെ വേറെ പ്രോബ്ലം. ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ, അത് പിന്നെ പോട്ടെ, ഇത് സർവ്വസാധാരണമായി നമ്മുടെ സൊസൈറ്റിക്കകത്തുള്ള ഒരു ഏറ്റവും കൂടുതൽ കേരളത്തിലായത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത് ഇത്രയുമില്ല. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണുന്ന ഒരു പ്രവണതയായത്. അപ്പം ലേഡീസൊക്കെ എന്താണെന്നറിയാമോ, സ്ട്രെസ്ഡായിട്ട് ടെൻഷൻ അടിച്ച്, നമ്മളൊരു 50 കിലോ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാടെ മണ്ടയ്ക്കോട്ടൊരു 100 കിലോ വെച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അവർക്കിത് താങ്ങാൻ മേല. ആമ്പിള്ളാർ ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ കേൾക്കുമോ അമ്മമാര് പറയുന്നത്? അല്ലേ? അതിൻ്റെതായ കുറവുകൾ മാത്രമല്ല, അവർ വളർന്നു വരുന്ന പ്രായത്തിൽ എത്രയോ കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾ സബ്ജക്റ്റഡ് ആകുന്നു. അമ്മമാര് ഇവിടെ ഇല്ലാതെ വളർന്നു വരുന്ന പെൺകുട്ടികൾ, ഗ്രാൻഡ് പാരൻസ്, അവരൊത്തിരി നല്ലതാണ് അല്ലേ? ഞങ്ങൾക്ക് 3 മക്കളാണ്. ഞാൻ ഈ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 3 മക്കളെയും വെച്ചോണ്ടാണ് ഞാൻ ഈ ഗൈനക്കോളജി പഠിക്കാൻ പോയത്. ഇത് കിട്ടാൻ, എൻട്രൻസ് കിട്ടാൻ ഇച്ചിരി പാടാണല്ലോ. അപ്പോൾ 2003 മുതൽ 2006 വരെയുള്ള, അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ഈ പപ്പായും മമ്മിയും ഒക്കെ ഇവിടെ ഉണ്ട്, അവർ അല്ലേ ഏറ്റവും നമ്മൾ നോക്കുന്നതിനെക്കാട്ടിൽ എത്രയോ കെയറോടെ അവർ കുഞ്ഞുങ്ങളെ നോക്കും. മൂത്ത മോനെ മമ്മിയുടെ അടുത്തോട്ടെങ്ങാനും കൊണ്ടങ്ങ് വിടാം, അവിടെ പഠിക്കട്ടെ. അപ്പോൾ എനിക്കും ഒരു സന്തോഷമാണ്, ഞാൻ നോക്കുന്നതിനേക്കാട്ടിൽ എത്രയോ നല്ലതായിട്ട് മമ്മി അവനെ നോക്കും. എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. ദൈവം ഈ കുഞ്ഞുങ്ങളെ നമ്മൾക്കാണ് തന്നതെങ്കിൽ നമ്മൾ അവരെ നോക്കണം. ഹല്ലേലൂയ. അവരെപ്പോഴും ഒരു അനുഗ്രഹമാണ്. ഇടയ്ക്ക് വെക്കേഷന് പോയി നിൽക്കും, അവരിങ്ങോട്ട് വരും, അതൊക്കെ ഉണ്ട്. പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ വളർത്തലൊരു വേറെ രീതിയല്ലേ? മാതാപിതാക്കൾ കൊടുക്കുന്ന, അവർ ഒത്തിരി സ്നേഹിക്കും. അതൊരു അല്പമായിട്ടൊക്കെ എനിക്കിപ്പം മനസ്സിലായി തുടങ്ങി. എൻ്റെ മക്കളെ വളർത്തിയ ഒരു രീതിയൊന്നുമല്ല. അടുത്ത ഒരു ഇത് വരുമ്പോഴത്തേക്കിനും നമുക്ക് എന്താ അങ്ങനെ അങ്ങ് ശിക്ഷിക്കാനോ ഒന്നും നമുക്ക് തോന്നുകയില്ല. ഓവറായിട്ട് സ്നേഹിച്ച് വളർത്തുന്നതിൻ്റെതായ പ്രശ്നങ്ങൾ, പ്രായമായ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കണ്ണ് വെട്ടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് അല്ലേ? അപ്പം ഇതൊക്കെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇങ്ങനെയൊക്കെയുള്ള ചില ട്രെൻഡുകൾ നമ്മൾ ആരും ചോദിക്കുന്നില്ല. ദൈവമേ, എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ ദൈവമേ നീ എന്തുവാ ആഗ്രഹിക്കുന്നത്, നിന്റെ വഴികൾ എന്തുവാ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നില്ല. എല്ലാവരും എന്തുവാണോ ചെയ്യുന്നത് അത് നമ്മളും അങ്ങ് ചെയ്യുക. അത് നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും മക്കളോടുള്ള ബന്ധത്തിലാണെങ്കിലും. പക്ഷേ ദൈവമേ, അങ്ങയുടെ വഴികൾ എന്തായിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഗോഡ് ഗീവ്സ് ദിസ് റെസ്പോൺസിബിലിറ്റി. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. 1 തിമോത്തിയോസ്. ഇത് ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ആപ്ലിക്കബിളാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം. ഇവിടെ അധ്യക്ഷന്മാരുടെ യോഗ്യതകളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അവരുടെ സ്വഭാവ വിശേഷതകളെല്ലാം പറഞ്ഞു വന്ന് 4-ാം വാക്യം, 1 തിമോത്തിയോസ് 3:4. എല്ലാ സ്വഭാവ ഗുണങ്ങളും വിശേഷതകളും പറഞ്ഞു വന്നിട്ട് മെയിൻ ഒരു കാര്യം പറയുന്നത്, ചില സമയത്ത് എന്തുവാ, ശുശ്രൂഷയിലധികം നമ്മളങ്ങ് ഇൻവോൾവ് ആയ കാരണം കുടുംബത്തെ നോക്കാൻ പറ്റാത്ത ശുശ്രൂഷകന്മാരുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ എന്തുവാ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഹൃദയമാ, മനസ്സാ. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? എനിക്കറിയാം, കൗൺസിലിങ്ങിന് വരും ശുശ്രൂഷകന്മാരുടെ ഭാര്യമാര്, മക്കള് അല്ലേ? നമുക്ക് ശുശ്രൂഷയ്ക്ക് അത്ര ആ ഒരു വിധത്തിലുള്ള ഒരു അറ്റൻഷൻ കൊടുക്കണമെങ്കിൽ പൗലോസിനെ പോലെ നമ്മൾ എന്തോ വേണം? വിവാഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാതിരിക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ടല്ലോ. പക്ഷേ വിവാഹ ജീവിതം നമ്മൾ ഏറ്റെടുക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ചിന്തകൾ എങ്ങനെയാണെന്നുള്ളത് വചനത്തിലൂടെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സങ്കല്പമല്ലല്ലോ.
ഇതൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഗുണവിശേഷതകളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും. He must be one who manages his own household well. മാത്രമല്ല എന്തുവാ, ഇവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുകയല്ല എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് തീരുന്നില്ല. God is making a demand on us. ഞാൻ ഈ കുഞ്ഞുങ്ങളെ നിന്റെ കയ്യിൽ തന്നു, നീ എന്ത് ചെയ്തു എന്നുള്ളത് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലേ? നമ്മുടെ വിശ്വസ്തതയെ ദൈവം അളക്കുന്ന ഒരു അളവുകോലായി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതേ, നീ ശുശ്രൂഷയിൽ ഒരുപാട് ബിസി ആയതുകൊണ്ട് മക്കളെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനതങ്ങ് കവർ ചെയ്തോളാം എന്നല്ല ഇവിടെ പറയുന്നത് അല്ലേ? മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. അത് നമ്മുടെ ചില കഴിവുകളെ, നമ്മുടെ ചില ശുശ്രൂഷ മേഖലകളെ, ഒരു ദൈവസഭ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഫാമിലിയാണ്, കുടുംബമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു ഭാര്യയും 2-3 പിള്ളേരുള്ള ഒരു കുടുംബത്തെ എനിക്ക് പരിപാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവസഭയെ നീ എങ്ങനെ പരിപാലിക്കും? യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. ഒരർത്ഥത്തിൽ അല്ലേ, നമ്മളതിൻ്റെ സീരിയസ്നെസ് നോക്കുമ്പോൾ, എന്നാൽ അതിൻ്റെ മറുവശം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുകയും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ വളർത്തുകയും ചെയ്താൽ നീ ദൈവസഭയെ നോക്കുവാൻ വിശ്വസ്തനെന്ന് ദൈവം നിന്നെക്കുറിച്ച് എണ്ണുക. നമുക്ക് എത്ര തിയോളജിക്കൽ ഡിഗ്രി ഉണ്ടെന്നോ എത്ര കൃപാവരങ്ങളുണ്ടെന്നോ എന്നെ ഒത്തിരി അതിശയിപ്പിച്ചൊരു ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഒരു പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നയാളാണ്. കൃപാവരങ്ങളിലൊക്കെ ഏറ്റവും മുമ്പോട്ട് നിൽക്കുകയും വാഞ്ചിക്കുകയും ചെയ്യുന്ന സഭയെ, എനിക്ക് അതിനോടൊന്നും വിരോധമില്ല. പക്ഷേ ഈ ലിസ്റ്റിനകത്ത് കൃപാവരമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടേ ഇല്ല. ഭൂരിഭാഗം ആ വ്യക്തിയുടെ ക്യാരക്ടർ ക്വാളിഫിക്കേഷൻസ് മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം എങ്ങനെ ഇതിനെയൊക്കെ ഒന്ന് കാണുന്നത്? അതുകൊണ്ടൊരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. പിള്ളേരൊരു തലവേദനയാ, എനിക്ക് മര്യാദയ്ക്ക് ശുശ്രൂഷ പോലും ചെയ്യാൻ പറ്റുകയില്ല, ഇവരുടെയൊക്കെ പുറകെ നടന്ന് എത്രയോ നല്ല സമയങ്ങൾ പാഴായിപ്പോയി എന്നൊരു ചിന്തയല്ല. ഇത് ചെയ്യുന്നതിലൂടെ, ഈ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നതിലൂടെ, വീട് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിലൂടെ, ഒരു 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങുന്നതിനെ കാട്ടിലുമുള്ള ഒരു പ്രാഗൽഭ്യം ആ വ്യക്തിക്ക് വരുന്നു എന്ന് ദൈവം കാണുകയാണ്. കാരണം സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുടുംബമാണ്. അത്രയേറെ ഗൗരവമാണ്. ഇതുപോലുള്ള ഒരുപാട് ഭാഗങ്ങൾ ദൈവവചനത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു അല്ലേ? നമുക്ക് തിരിഞ്ഞ് പ്രോവേർബ്സിലേക്ക് നമുക്ക് വരാം. ജ്ഞാനിയായ മക്കളെ വളർത്തിയെടുക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. വൈസ് ചിൽഡ്രൻ വിത്ത് വിസ്ഡം. ജ്ഞാനിയായ മക്കൾ, ജ്ഞാനം ഈ കുഞ്ഞുങ്ങൾ ഉളവാകണം. സദൃശവാക്യം 10 അതിൻ്റെ 1-ാം വാക്യം, പ്രോവേർബ്സ് 10:1. നമ്മുടെ എയിം ജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ ഉളവാക്കിയെടുക്കുക. വൈസ് സൺ. നമുക്ക് 22-ാം അധ്യായത്തിലേക്ക്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അപ്പം നമ്മൾ തന്നെ മക്കൾക്ക് നമ്മുടെ കുടുംബജീവിതം മാതൃകയായിരിക്കണം, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കണം. ഞാനത് ആ ഭാഗം ഒത്തിരി പറയുന്നില്ല, നമുക്കറിയാമല്ലോ അല്ലേ? മച്ച് ഈസ് കോട്ട് ദാൻ ടോട്ട്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ, അത് നമുക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ അതില്ല എങ്കിൽ അത് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുകയല്ല അല്ലേ? അപ്പം നമുക്കൊരു വലിയ ചലഞ്ചാണ്. നമ്മുടെ ലൈഫ് അവർ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും. ഒത്തിരി കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്കറിയാം,
അവരെ ശിക്ഷിക്കാൻ നമുക്ക് പലപ്പോഴും അറിയാം. പക്ഷെ നമ്മുടെ ജീവിതം അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്താ? ഇമിറ്റേറ്റ് മീ ആസ് ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ. ഞാൻ എന്നെ നോക്കണ്ട അല്ലേ? പലപ്പോഴും നമ്മളിൽ പലരും അങ്ങനെ പറയും, ഓ എനിക്ക് ഒത്തിരി കുറവുകളൊക്കെ ഉണ്ട്. നമ്മൾ വളർത്തിയെടുത്തോണ്ട് വരുന്ന ഭൗതിക മക്കളും ആത്മീക മക്കളോടും നമ്മൾ പറയും, ഓ എനിക്കൊത്തിരി കുറവുകളുണ്ട്, നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങൾ യേശുവിനെ അങ്ങ് നോക്കിയേച്ചാൽ മതി എന്ന്. യേശുവിനെ ഉറ്റുനോക്കുന്ന ഒരു പ്രമാണമുണ്ട്. പക്ഷേ എന്നെ അനുകരിക്കുവിൻ എന്ന് പറയുവാനുള്ള ഒരു പ്രാഗൽഭ്യം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കണം. സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ അവരോട് വലിയ വലിയ കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ കാറിനകത്ത് പള്ളി കഴിഞ്ഞ് അല്ലേ, നമ്മൾ കാറിനകത്തോട്ട് കയറി പരസ്പരം സംസാരിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത്, കുഞ്ഞുങ്ങളിതെല്ലാം ചെറിയ പ്രായം മുതൽ ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് വിചാരിച്ചു. ഞാനിത് 12 വയസ്സിന് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. അവർ കേൾക്കും. നമ്മൾ വീട്ടിലിരിക്കുമ്പം ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം റിലേറ്റീവ്സിനെ കുറിച്ച് അല്ലേ, നമ്മൾ ഇൻഹിബിഷൻ ഇല്ലല്ലോ. വീട്ടിലിരിക്കുമ്പോൾ നമ്മളെല്ലാം ഫ്രീ ആയിട്ട് സംസാരിക്കും. ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത്, ഭാര്യ ഭർത്താവിനോട്. ഒത്തിരി അമ്മമാർക്കും കംപ്ലൈൻറ്റ്, എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അവിടെ. കാരണം ഇതെല്ലാം ഒരു കണക്റ്റഡ് ആണല്ലോ, ഒരു ഓർഡറിലാണ്. ഭാര്യയുടെ തല ഭർത്താവ്, ഭർത്താവിൻ്റെ തല ക്രിസ്തു. ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൽ ജീവിക്കുന്ന ഒരു ഭർത്താവാണോ? ഭാര്യയുടെ ഭർത്താവിൻ്റെ നോട് കീഴ്പ്പെടലിൽ ജീവിക്കുന്ന ഒരു ഭാര്യയാണോ? അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ അകത്ത് മാത്രമേ അനുസരണമുള്ള മക്കളെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിട്ട് കിടക്കുമോ? ഒരു സ്പിരിറ്റ് നമ്മുടെ ഭവനങ്ങൾക്കകത്തൊക്കെ അങ്ങ് വ്യാപരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നന്നാക്കാൻ പോകുന്നതിനെക്കാട്ടിലേറെ ആദ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ആസ് എ ഫാദർ, ആസ് എ മദർ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ പൊസിഷൻഡ് ആണോ എന്നുള്ളത് നാം ഏറ്റവും അധികം ശോധന ചെയ്യേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടേക്ക് നമ്മൾ വരുമ്പം 22-ാം അധ്യായം നമ്മുടെ ഒരു താക്കോൽ വാക്യമാണല്ലോ, 6-ാം വാക്യം 22-ന്റെ. അപ്പം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം എന്തായിരിക്കുന്നു? മക്കളോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ ഇത്രയും നേരം കേൾക്കുകയായിരുന്നു. അപ്പോൾ അവരെന്തോ വേണം, അവരെന്തോ ചെയ്യണം? ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ. ഇതൊരു മാതാപിതാക്കളുടെ മേൽ നൽകിയിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമായി. ഇവിടെ ഈ ചൈൽഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു 12 വയസ്സിൻ്റെ താഴോട്ട് ഉള്ള ഒരു പ്രായത്തെക്കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. ട്രെയിൻ, അതൊരു ഒത്തിരി അർത്ഥമുള്ള ഒരു വാക്കാത്. ബാലൻ അവൻ നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട്. അവന് തോന്നിയ വഴിയിലല്ല അവൻ നടക്കേണ്ടുന്നത്. ബാലൻ നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഇംഗ്ലീഷിൽ പറയുന്നത് ട്രെയിൻ അപ്പ് എ ചൈൽഡ്. ഇന്റൻഷണലായിട്ട്, ആക്റ്റീവായിട്ട്, ഇനീഷ്യേറ്റീവ് എടുത്ത് അവൻ പോകുന്ന വഴിയിൽ. ആ ട്രെയിൻ എന്ന് പറയുന്ന ഒരു വാക്കിന് നമ്മൾ ഈ കുതിരകൾക്കൊക്കെ കയറ് വെച്ച് കടിഞ്ഞാണിടുന്നു എന്നൊരർത്ഥം ഇതിനകത്തുണ്ട് അല്ലേ? അവർ പോകേണ്ടുന്ന വഴിയിലേക്ക് അവരെ ട്രെയിൻ ചെയ്ത് അവരെ നമ്മൾ നടത്താനുള്ള വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ മേൽ ഉണ്ട്. വി ഹാവ് ടു ഡു ദാറ്റ്. പലപ്പോഴും ഇന്ന് മാതാപിതാക്കൾക്ക് അത് അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് നമ്മൾ അധ്വാനിച്ച് പൈസ റെഡിയാക്കിക്കൊണ്ട് വന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സ്കൂളിൽ പഠിക്കാൻ വിടുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, സമയാസമയങ്ങളിൽ അവർക്ക് എന്താണ് ആവശ്യമെന്ന് പറയുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. തീർന്നു.
അതോടുകൂടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു. പക്ഷേ അല്ല, ഇത് നോക്കിക്കേ, അവൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവൻ വഴി വിട്ടുപോകും, അവൻ തെറ്റിപ്പോകും. അതിനൊരു ബൗണ്ടറി ഉണ്ട്, ഒരു ടൈം പീരിയഡ് ഉണ്ട്. ആ സമയത്തിൻ്റെ അകത്ത് അങ്ങനെ അവനെ അഭ്യസിപ്പിക്കണം. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ അവർക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു, സ്കൂളിൽ പഠിക്കാൻ വിട്ടു, ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഇൻവോൾവ് ആകണം, അവരുടെ ജീവിതവുമായിട്ട് ഇൻവോൾവ് ആകണം, അല്ലേ? അതിനകത്ത് തന്നെ താഴോട്ട് 15-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടോ, അത് വായിക്കാമോ? 15. എന്താണ് എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ യൗവനക്കാർ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് എക്സാക്ട്ലി ഈസ് ദ പ്രോബ്ലം വിത്ത് എ ചൈൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒത്തിരി ഉത്തരങ്ങൾ പറയും. ഇപ്പോഴത്തെ തലമുറ ശരിയല്ല, ഇപ്പോഴത്തെ സ്കൂളുകളുടെ സിസ്റ്റം ശരിയല്ല, അല്ലേ? മൊബൈൽ ഫോണിൻ്റെ കുഴപ്പമാണ്, ഇൻ്റർനെറ്റിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ മെറ്റീരിയലിസമാണ് എന്നൊക്കെ കൂട്ടുകെട്ടുകൾ ശരിയല്ല, അവർക്കിപ്പോൾ ഒത്തിരി സുഖം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ്, അവരാരും കഷ്ടപ്പാടുകൾ അറിയുന്നില്ല. നമ്മൾ സാധാരണ ഒരു ചർച്ചാ വിഷയമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും കേൾക്കുന്നത്. പക്ഷേ ദൈവവചനം ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെ? വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് എ ചൈൽഡ്, irrespective of which family he or she is born in, what is the problem of a child? 15-ാം വാക്യം ഒരു ഭയങ്കര ഒരു ഡയഗ്നോസിസ് പോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാലൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഏത് ബാലനാണെങ്കിലും അവൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുക. എവറി ചൈൽഡ്, ഓരോ കുഞ്ഞും പാപത്തിലല്ലേ ജനിക്കുന്നത്, അവരുടെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുക. ഈ ഭോഷത്വം അല്ലെങ്കിൽ ഫൂളിഷ്നെസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. അതായത് അവരുടെ പ്രായമനുസരിച്ചുള്ള ഒരു ഇമ്മച്യൂരിറ്റി, അല്ലേ, പക്വതയില്ലായ്മ, അതല്ല ഈ ഫൂളിഷ്നെസ്. അല്ലെങ്കിൽ പ്രായമനുസരിച്ച് അവർക്കൊരു ക്യൂരിയോസിറ്റി കാണും, അതല്ല ഈ ഫൂളിഷ്നെസ് എന്ന് പറയുന്നത്. ഈ ഭോഷത്വം എന്ന് പറയുമ്പോൾ സ്വന്തം വഴികളിലേക്ക് എനിക്കിഷ്ടമുള്ളത് എനിക്ക് ചെയ്യണം, മത്സരം, മറുതലിപ്പ്, താഴ്മയില്ലായ്മ, പറഞ്ഞ കേൾക്കാത്ത പ്രവണതകൾ, അല്ലെങ്കിൽ ദൈവത്തോടോ മാതാപിതാക്കൾ പറയുന്ന കാര്യത്തോട് അനുസരണക്കേട് കാണിക്കുന്ന ഈ പ്രവണതകൾ, ഇതിനെ എല്ലാം കൂടാണ് ഈ ഭോഷത്വം അല്ലെങ്കിൽ ഫൂളിഷ്നെസ് ഇസ് ബൗണ്ട് അപ്പ് ഇൻ ദ ഹാർട്ട് ഓഫ് എ ചൈൽഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചക്കയുടെ അരക്ക് പോലെ, അല്ലേ, അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. ഏത് ചക്ക നമ്മൾ പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും അതിനകത്ത് ഈ സാധനം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഫൂളിഷ്നെസ് ഈസ് ബൗണ്ട് അപ്പ് ഇൻ ദ ഹാർട്ട് ഓഫ് എ ചൈൽഡ്. എല്ലാ കുഞ്ഞുങ്ങളുടെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് നമ്മൾ ശരിയാക്കണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? അതിൻ്റെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട്. എന്താ അത്? ശിക്ഷയ്ക്കുള്ള അത് അവനിൽ നിന്നും അകറ്റിക്കളയും. വടി മാത്രമല്ല, അല്ലേ? അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞിൻ്റെ പ്രോബ്ലം. അവനെ നമുക്ക് വെറുതെ വിടാൻ പറ്റത്തില്ല. ഇന്ന് ഒത്തിരി മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, നമ്മൾ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നു, പിന്നെ അവൻ എങ്ങനെ വളർന്നു വരുമെന്നുള്ളത് ദൈവം നിശ്ചയിക്കട്ടെ, അല്ലേ അവനങ്ങ് തിരഞ്ഞെടുക്കട്ടെ. ഒത്തിരി മാതാപിതാക്കളുടെ ഒരു ചിന്തയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മനോഹരമായ ഒരു ഉദ്യാനം നമ്മൾ കാണുന്നു, നല്ലൊരു ഹാർവസ്റ്റ് നമ്മൾ കാണുന്നു. നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിന്ത, ആരോ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്, ആരോ അവിടെ വളർന്നു വരേണ്ടതായിട്ടുള്ള വിത്ത് അവിടെ പാകം ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു വിളവ് അവിടെ ഉണ്ടാകുവാനിടയായത്. നമ്മൾ ഒന്നും വിതച്ചില്ലെങ്കിൽ പോലും അവിടെ എന്തോ വളർന്നു വരും, കളകൾ വളർന്നു വരും,
അല്ലേ? അതുകൊണ്ട് ഇൻറ്റൻഷനലായിട്ട് നമ്മൾ എന്ത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുവോ അത് വിതച്ചെങ്കിൽ മാത്രമേ ആ ഫലം അവരിൽ നിന്നും വരത്തുള്ളൂ. നമ്മൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് അവൻ വളർന്നു വരുമ്പം വേണ്ടുന്ന പോലെ വന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. വളർന്നു വരുമ്പം നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു രൂപത്തിലായിരിക്കും അവർ പുറത്തോട്ട് വരുന്നത്. അപ്പം ദ റോഡ് ഓഫ് ഡിസിപ്ലിൻ, ഇതിനു മുമ്പ് 29 അധ്യായം സദൃശ്യവാക്യം അതിൻ്റെ 15 വാക്യം, തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലൻ എന്തോ ആയിരിക്കും? അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു, അല്ലേ? അവരെ തന്നിഷ്ടത്തിന് വിടാൻ പറ്റുകയില്ല. അവരുടെ ആ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പനും അമ്മയും പറയുന്നത് അനുസരിക്കേണ്ടെന്ന അനുസരണത്തിൻ്റെ ഒരു ആത്മാവ് ഈ കുഞ്ഞുങ്ങളിൽ ഉളവാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ. അവരുടെ തന്നിഷ്ടത്തിന് അവരെ വിടാൻ നമുക്ക് പറ്റുകയില്ല. അതിനെന്തൊക്കെ ഉപയോഗിക്കാമെന്നാ പറയുന്നത്? 15 വാക്യം, വടിയും ശാസനയും. റോഡ് ആൻഡ് റിപ്രൂഫ് വിൽ ഗീവ് വിസ്ഡം എന്നാ പറയുന്നത്. നമ്മൾ മുൻപേ വായിച്ച വാക്യത്തിലും പറയുന്നുണ്ട്, ശിക്ഷയ്ക്കുള്ള വടി അവനിൽ നിന്നും അകറ്റിക്കളയും. റോഡ്, വടി, വടി എന്ന് പറഞ്ഞാൽ വടി തന്നെ. ശാസന എന്ന് പറയുമ്പോൾ വാക്കുകളും കൊണ്ടുള്ള, അല്ലേ? ഇറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ ബൈ വേർഡ്സ്. കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് തിരുത്തൽ വരുത്തുന്നതിനെയാണ് ശാസന എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കണം. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ജെന്റിൽ പാരന്റിങ് അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുക. കുഞ്ഞുങ്ങളെ അവിടെ അടിക്കാൻ പറ്റുകയില്ല. ഞങ്ങൾക്ക് വളരെ അടുത്ത് പരിചയമുള്ള ചില നല്ല മാതാപിതാക്കൾ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഏതാണ്ടിന് കുഞ്ഞിനെ വഴക്ക് പറഞ്ഞതാ, അല്ലേ? കൊച്ചുടനെ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ച് പോലീസ് വന്ന് ഇവരെ പിടിച്ചകത്തിട്ടു. പിള്ളേരെ അടിക്കാൻ പറ്റുകയില്ല, അല്ലേ? അപ്പം ഈ 2 എക്സ്ട്രീംസും, വളരെ സ്ട്രിക്റ്റ് പാരൻറ്റിങ് ഉണ്ട്, ജെന്റിൽ പാരൻറ്റിങ് ഉണ്ട്. ഈ 2 എക്സ്ട്രീംസും തെറ്റാണ്. പക്ഷെ ദൈവത്തിൻ്റെ വഴികളിൽ തന്നിഷ്ടത്തിന് വിടാതെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തെടുത്തോണ്ട് വരാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മാതാപിതാക്കൾക്കുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്, നമ്മൾ ഈ ഡിസിപ്ലിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളോട് നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മുടെ കൾച്ചറിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്നേഹമൊന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല. അത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മക്കളാണെങ്കിലും. ഈ കഴിഞ്ഞ ഇടയിൽ ഒരു വ്യക്തി, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്, തൻ്റെ മകനോടുള്ള ബന്ധത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ കൗൺസിലിംഗ് മേഖലയിൽ എന്നോട് പങ്കുവച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി ഈ പിള്ളേരെ പഠിപ്പിച്ചു, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, കുഞ്ഞുങ്ങൾ നല്ല നിലയിലുമാണ്. പക്ഷേ ഒന്നും ശരിയല്ല, അവിടെ ആ വീട്ടിലെ ഒരു ഡൈനാമിക്സ് ഒന്നും ശരിയല്ല. ചോദിച്ച് പറഞ്ഞ് വന്നപ്പം ഇത്രയും, എനിക്ക് തോന്നുന്നു ഏകദേശം 10-30 വയസ്സോളമായി കാണും, ഇന്ന് വരെ ആ മകനെ ഈ പിതാവ് ഇങ്ങനൊന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഹഗ് ചെയ്തിട്ടേയില്ല. ഇങ്ങനെ ചേർത്ത് പിടിച്ച്, അല്ലേ ഇങ്ങനെ അടുത്തിരുത്തി നമ്മളിങ്ങനെ കാര്യം പറയുമല്ലോ, അല്ലേ? അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം നല്ലൊരു മനുഷ്യനാട്ടോ, നല്ലൊരു മനുഷ്യൻ, അങ്ങനെ ഭയങ്കര ക്രൂരനായ ഒരാളോ ഒന്നുമല്ല. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ പിതാവിൽ നിന്നും ഒരിക്കലും അങ്ങനൊരു സമീപനം എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഇല്ല. അച്ചായനെ ഞങ്ങൾക്കെല്ലാം പേടിയായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, വരുമ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിക്കും, പറയും. അതിനപ്പുറത്തോട്ടൊരു ബന്ധം അച്ചായനുമായിട്ട് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു മകൻ ജനിച്ചപ്പോഴും ആ ലെവലിലുള്ള ഒരു അഫെക്ഷനോ ഒരു ബന്ധമോ വേണമെന്ന് എനിക്ക് അറിയത്തേ ഇല്ല.
അപ്പം നമ്മൾ ഈ ശിക്ഷണം അവരെ ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കണം എന്നൊക്കെ പറയുമ്പം ഞാൻ ഒത്തിരി സമയമില്ല, ഞാനങ്ങ് അസ്യൂം ചെയ്യുകയാണ്. എന്താ, നമുക്കത് അറിയണം. ഒരു ബന്ധമില്ലാതെ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധം. കാരണം എന്താണെന്നറിയാമോ? പിതാവാം ദൈവത്തെ ഈ ഭൂമിയിൽ പ്രതിബിംബിക്കാനാണ് അപ്പനെയും അമ്മയും ആക്കി വെച്ചിരിക്കുന്നത്. കാരണം ദൈവം പിതാവല്ലേ. അപ്പം ദൈവം പിതാവാന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള തൻ്റെ പിതാവിൽ നിന്നും അതേ സ്നേഹം, അതേ സമീപനം ആ കുഞ്ഞിന് ലഭിക്കണം. നമ്മുടെ ദൈവം പിതാവാന്ന് പറയുമ്പം ദൈവം എങ്ങനെയാ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ? ദൈവം നമ്മളെ എന്തോരം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അതാ മുൻപിൽ. ദൈവം സ്നേഹിക്കുന്ന മക്കളെ ദൈവം ശിക്ഷണത്തിൽ നടത്തുന്നു. ഗോഡ് ലവ്സ് ഹിസ് ചിൽഡ്രൻ. ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നു. അതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ സ്നേഹം എന്ന് പറയുന്ന കാര്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. സ്നേഹിക്കാത്ത മാതാപിതാക്കളുടെ ശിക്ഷണം കുഞ്ഞുങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ തന്നെ ആ ഡൈനാമിക്സ് തെറ്റും. അപ്പം എപ്പോഴും ഒരു റിലേഷൻഷിപ്പ്, കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം ചാപ്റ്റർ 2 ആയിട്ടാണ് വരുന്നത്. ചാപ്റ്റർ 1 ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ഒരു കൾച്ചറിനകത്ത് നമ്മളങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കത്തില്ല. എത്രയോ സഹോദരിമാരത് നിമിത്തം ഒത്തിരി വേദനിക്കുന്നു, ഒത്തിരി പ്രയാസപ്പെടുന്നു, ഒത്തിരി ഭാരപ്പെടുന്നു. കാരണം എന്താ? ഭർത്താക്കന്മാരുടെ അടുക്കൽ നിന്ന് ആ വിധത്തിലുള്ള ഒരു ടെൻഡർ ലവിങ് കെയർ അവർക്ക് കിട്ടാറില്ല. കാരണം അങ്ങനൊരു നമ്മുടെ കൾച്ചറിൽ അത് അത്ര സിമ്പിളല്ല. ഭാര്യയുടെ കൈ പിടിച്ചു, നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ കൈ പിടിച്ച്, നമ്മളാരും കാണുന്നില്ല കൈ പിടിക്കും. ആരെങ്കിലും കണ്ട ഉടനെ എന്തോ ഒരു മോശം കാര്യം പോലെയൊക്കെയാണ് നമ്മുടെ വിചാരം. ഉടനെ കൈ അങ്ങ് മാറ്റും അല്ലേ? ആരെങ്കിലും ഒരു വ്യക്തി കാണുക ഭാര്യയെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കും. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എന്താ അല്ലേ? വേറെ ആരുടെയും ഭാര്യയല്ലല്ലോ, നമ്മുടെ ഭാര്യയല്ലേ. അപ്പൊ ആ സന്ദേശം കൂടെ ഏറ്റെടുക്കുക. കാരണം ഇനി ഭാര്യമാരുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു സ്നേഹം കാണിക്കുക, അതിൻ്റെതായ കുറവുകളുണ്ട് ജീവിതങ്ങൾക്കകത്ത്, കുടുംബജീവിതത്തിലൊക്കെ. കാരണം ഇതിനകത്തെ വിഷയമല്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോവുക. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അവൾ വിവാഹം കഴിച്ച് വരുമ്പോൾ അവളുടെ ഭർത്താവിൽ അവളുടെ പിതാവിനെയാണ് അവൾ അന്വേഷിക്കുന്നത് അല്ലേ? പലപ്പോഴും തിരിച്ചാണ്. ഈ കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന സ്ത്രീകൾ അമ്മമാരെ പോലെ ഭർത്താക്കന്മാരുടെ പുറത്ത് ഷൗട്ട് ചെയ്യും. അതാർക്കും ഇഷ്ടമല്ല. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പലപ്പോഴും പറയാറുണ്ട് അല്ലേ, വി ബിക്കം ദെയർ മദേഴ്സ്. അവരെ കറക്റ്റ് ചെയ്യുക. അതെന്തിനെ ഡ്രസ്സ് ഇവിടെ തൂക്കിയിട്ടത്, ഇവിടെ ഇടരുതെന്ന് പറഞ്ഞിട്ടില്ലേ, കഴിച്ച പ്ലേറ്റ് എടുത്തുകൊണ്ട് അകത്ത് കൊണ്ടുപോയിക്കുക. അതവർക്ക് ഇഷ്ടമല്ല. പക്ഷേ പെൺകുട്ടികളെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ സൃഷ്ടിച്ചതേ അങ്ങനെ. ദേ ആർ ഗുഡ് റെസ്പോണ്ടേഴ്സ്. അവർ സ്നേഹം സ്വീകരിക്കാനുള്ള ഭയങ്കര കപ്പാസിറ്റിയാണ് അവരുടെ ഉള്ളിൽ. അവർ വിവാഹം കഴിച്ച് അവരുടെ വീടും അവരുടെ ആൾക്കാരെയും എല്ലാം വിട്ട് ഭർത്താക്കന്മാരുടെ അടുക്കൽ വരുമ്പോൾ അവരുടെ പിതാക്കന്മാരെയാണ് ഈ ഭർത്താക്കന്മാരിൽ അവർ അന്വേഷിക്കുന്നത്. അപ്പം അങ്ങനൊരു ഭയങ്കര സ്നേഹം ഹസ്ബൻഡും വൈഫും തമ്മിൽ ഓപ്പണായിട്ട് കുഞ്ഞുങ്ങളത് കാണട്ടെ. അതവർക്ക് ഭയങ്കര സെൻസ് ഓഫ് സെക്യൂരിറ്റി. നമ്മളെല്ലാം അടഞ്ഞ വാതിലുകൾക്കപ്പുറത്തുള്ള വഴക്കുണ്ടാക്കുന്നത് മുഴുവൻ പിള്ളേരുടെ ഫ്രണ്ടിലുമായിരിക്കും. എന്നാൽ നമുക്ക് തമ്മിൽ സ്നേഹക്കുറവൊന്നുമില്ല, ഭയങ്കര സ്നേഹമൊക്കെയാണ്. പക്ഷെ അതാരും കാണാതെ നമ്മൾ സ്നേഹിക്കത്തുള്ളൂ. വഴക്കും ബഹളവും അടി പ്രശ്നങ്ങളും എല്ലാം പബ്ലിക് ഡിസ്പ്ലേ. കുഞ്ഞുങ്ങൾക്കറിയാമോ ഇതിൻ്റെ ഡീറ്റെയിൽ വല്ലോ? അവർ കാണുമ്പോൾ അപ്പനും അമ്മയും കൂടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ അവരെ പഠിപ്പിക്കാൻ പോയാൽ അവരൊന്നും ഒട്ട് പഠിക്കും. നിങ്ങളാദ്യം അങ്ങ് നേരെയാവ്.
നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവട്ടെ, എന്നിട്ട് വേണമല്ലോ എൻ്റെ കാര്യം എന്നൊരു സ്റ്റാൻഡ് പിള്ളേരെടുക്കും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞു പോകുന്നില്ല, പക്ഷേ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അടിസ്ഥാനം ശരിയാക്കി വെച്ച് വേണമല്ലോ മേളിലോട്ട് വീട് പണിയാൻ എന്ന് പറയുന്ന പോലെ ഒരു വിഷയമാണ്. കുടുംബജീവിതത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നമ്മുടെ വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ജീവിതം ആരോഗ്യപരമല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പിള്ളേരെ അങ്ങ് നന്നാക്കിയെടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എപ്പോഴും ഫോൾട്ട് കാണും. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം സ്നേഹം കുഞ്ഞുങ്ങളോട് അല്ലേ, അത് പ്രകടിപ്പിക്കണം. അവരെ പിടിച്ച് മടിയിലിരുത്തണം, അവരോട് സംസാരിക്കണം. ഓരോ പ്രായമനുസരിച്ച് അല്ലേ. കുഞ്ഞുങ്ങൾക്ക് ആ കപ്പാസിറ്റി ഉണ്ട്. നമുക്കറിയാം അല്ലേ, മറിയയും എലിസബത്തും കൂടെ കണ്ടുമുട്ടിയപ്പോൾ ഗർഭത്തിൽ കിടന്ന പിള്ള തുള്ളി പരിശുദ്ധാത്മാവിനാൽ നിറയുക. നമ്മൾ ഓർക്കും യേശു കർത്താവിനെ കുറിച്ച് എന്തുവാ പറഞ്ഞ, 12 വയസ്സ് പ്രായമായപ്പോഴത്തേക്കിനും കർത്താവ് റെഡിയായി. വചനം മുഴുവൻ തിരുവെഴുത്തുകൾ തൻ്റെ ഉള്ളിലുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ അവരെ സ്വാധീനിക്കുക, അവരുടെ മനസ്സുകളെ സ്വാധീനിക്കുക. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ആര് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് ആ സ്നേഹം കൊടുക്കുക, അവർക്കതെല്ലാം മനസ്സിലാകും. യേശു കർത്താവ് 12 വയസ്സ് കർത്താവിനെ കുറിച്ച് പറയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ഹി ഗ്രൂ അപ്പ് ഇൻ വിസ്ഡം ആൻഡ് സ്റ്റേച്ചർ. ജ്ഞാനത്തിൽ, മനുഷ്യരോടും ദൈവത്തോടുമുള്ള പ്രസാദത്തിൽ യേശു വളർന്നു വന്നു അല്ലേ. നമ്മുടെ മക്കളെക്കുറിച്ച് അങ്ങനെ പറയുവാനായിട്ട് കഴിയണം. ജ്ഞാനികളായി, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ബോധ്യമുള്ളവരായി, പ്രായോഗിക ജീവിത വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ളവരായി നമ്മുടെ മക്കൾ വളരണം. ഹല്ലേലൂയ. അതൊരു വലിയ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ മേൽ. അത് നമുക്ക് മാറ്റിവെക്കുവാനായിട്ട് കഴിയുന്ന ഒരു വിഷയമല്ല. അങ്ങനെ അവരോടൊരു നല്ല ബന്ധം വേണം, അവരോട് സംസാരിക്കണം, അവരോട് കാര്യങ്ങൾ പറയണം, അവർക്ക് പറയുവാനുള്ളത് കേൾക്കണം, ഫാമിലി ടൈം ഉണ്ടായിരിക്കണം. ഈ അടുത്തിടയിൽ ഞാൻ കൗൺസിൽ ചെയ്ത് 1-2 കുഞ്ഞ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ് എൻ്റെ അടുക്കൽ. ചോദിച്ച് പറഞ്ഞു വരുമ്പോൾ എന്താ, അവർ ഇന്ത്യയിലല്ല, പുറത്താണ്, മിഡിൽ ഈസ്റ്റിലാണ്. 11 മണിയായിട്ടേ ഈ വിശ്വാസികളാണ്, 11 മണിയായിട്ടേ പിതാവ് വീട്ടിൽ വരത്തുള്ളൂ ജോലി കഴിഞ്ഞ്. ആഴ്ചയിൽ ഒരു ദിവസം അവധിയുള്ളപ്പം എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. ബാക്കി ദിവസങ്ങളിലെല്ലാം ഫാദർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ കുഞ്ഞ് സ്കൂളിൽ പോകും. അദ്ദേഹം വരുമ്പം കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞു. പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോലും പുള്ളിക്കാരനത് കേൾക്കാൻ തയ്യാറല്ല. ഭയങ്കര സ്ട്രെസ്ഫുൾ ഒരു ജോലിയാണ്. അപ്പം പുള്ളി ജോലി കഴിഞ്ഞ് കളിക്കാൻ പോകും, ചട്ടിലോ ഏതാണ്ട്. പുള്ളിക്കൊരു റിലാക്സേഷൻ വേണ്ടേ, അതിനായി ചെയ്യുന്നത്. അപ്പം ഒരു ഫാമിലി ടൈമില്ല. എത്രയോ കുടുംബങ്ങളിൽ ഞാൻ ഈ പ്രോബ്ലമായിട്ട് വരുന്നവരുടെ ഹിസ്റ്ററി എടുക്കും, അവരുടെ ഒരു ഡെയിലി റൂട്ടീൻ എന്തുവാ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നിടം വരെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഒരു ഹിസ്റ്ററി എടുക്കും. അസുഖത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുക്കുന്ന പോലെ ചോദിച്ചു പറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ ആദ്യം ചോദിക്കുന്ന. സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ വല്ലതും സംസാരിക്കുന്നുണ്ടോ അല്ലേ? ഇപ്പം മാതാപിതാക്കൾക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഇതുകൂടെ കിട്ടിയിട്ടുണ്ട്. ഏതാ? മൊബൈൽ. ഇതല്ല, മൊബൈല്. അവർക്ക് ഒട്ടുമേ സമയമില്ല. അവർ ഫുൾ ടൈം, അപ്പന്മാർ വന്നു കഴിഞ്ഞാൽ അവരവരുടെ കാര്യം, അവർ ഓൾറെഡി ടയേർഡായിട്ടായിരിക്കും വരുന്നത്, അവരവരുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുക, ഇതേൽ കുത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഫുഡ് കഴിക്കാൻ വരുമ്പോഴും എല്ലാവരുടെയും കൈ കാണും ഇത്. ആരും ആരുടെ മുഖത്തോട്ട് നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അതൊക്കെ ആഴമായി ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അല്ലേ? അങ്ങനെ ഒരു ഫാമിലി ടൈം നമുക്കുണ്ടായിരിക്കണം. ശരിക്കും ഊണുമേശയിൽ നമ്മൾ ഒരു മീലെങ്കിലും ഒരു ഫാമിലിയിൽ ഒരുമിച്ച് നമ്മൾ കഴിക്കണം. അത് എങ്ങനെയും ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുക എന്നുള്ളതല്ല, അത് ഫെലോഷിപ്പ് ടൈമാണ്. കാര്യങ്ങൾ പറയാനും കേൾക്കാനും ചിരിക്കാനും അല്ലേ?
അങ്ങനെ ഒരു സമയം വേണ്ടേ? വടി മാത്രം എടുത്തൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അത് ശരിയാവത്തില്ല. ഒരു ബന്ധത്തിനകത്ത് അത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ ദൈവം എങ്ങനാണോ അത് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പം ശിക്ഷണത്തിൻ്റെ വടി വേണ്ട എന്ന് ഏത് സംസ്കാരം പറഞ്ഞാലും നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ദൈവവചനത്തിൻ്റെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ഇനി പാശ്ചാത്യ രാജ്യത്തിലുള്ളതോ ഭാരത സംസ്കാരത്തിലുള്ളതോ, നോ, വി ഹാവ് ദ കൾച്ചർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം അത് ഒരു നാളിലും മാറിപ്പോകത്തില്ല. ശിക്ഷണത്തിൻ്റെ വടി ഉപയോഗിക്കണം. വടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. കുറച്ചുകൂടി യങ് പാരൻസ് ആവുമ്പോൾ ഞാനത് ഡീറ്റെയിലി പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഒരിക്കലും അടിക്കരുത്. ഒത്തിരി മാതാപിതാക്കളും അങ്ങനെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് അമ്മമാര്. നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി നമുക്ക് സങ്കടം തോന്നും. ചില പിള്ളേർ വരുമ്പോൾ ചപ്പലെടുത്ത് അല്ലേ, ചാർജർ അതിപ്പോൾ പുതിയതായിട്ട് ഞാൻ കേട്ടതാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ അത് ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ്. ചാർജർ വെച്ചടിക്കുന്നു. പണ്ടൊക്കെ എന്തുമായിരുന്നു, ചൂലും ചട്ടുകവും അല്ലേ. ഇപ്പോൾ ഒരു ബെൽറ്റ്. അപ്പന്മാർക്ക് ദേഷ്യം കയറുമ്പോൾ കാണും ബെൽറ്റ് വെച്ചടിക്കുക. ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം പോലും മാറിപ്പോകും അല്ലേ. ഒരു കൊച്ച സഭയിൽ വന്നപ്പോൾ ദൈവം നിൻ്റെ പിതാവാണ് മോനെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ ദൈവത്തെ ഒട്ടുമേ വേണ്ട. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടുകൂടാത്ത ഒരു വ്യക്തിത്വമാണ് എൻ്റെ പിതാവ്. പുള്ളി എന്നോട് മിണ്ടത്തുമില്ല. പുള്ളി ഇങ്ങനെ ഇതിലേ നടക്കുന്നു. വഴക്ക് പറയാനോ ശകാരിക്കാനോ മാത്രം വല്ലപ്പോഴും വിളിക്കും. ദൈവം പിതാവായിരുന്നോ? എന്നാ വേണ്ട, ആ വഴിക്കേ ഞാനില്ലെന്നാ പറയുന്നത്. അപ്പം ദേഷ്യം തീർക്കാൻ വേണ്ടി ഒരിക്കലും ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിതെല്ലാം പറയുമ്പോൾ തെറ്റുകൾക്കകത്തുനിന്ന് പഠിച്ചിട്ടാണ് പറയുന്നത്. ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ഞാൻ പിച്ചിട്ടൊക്കെ ഉണ്ട് പിള്ളേർ ചെവിയൊക്കെ പിടിച്ച് നമ്മൾ അപ്പോഴത്തെ ആ ഒരു ഇതിലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഹസ്ബൻഡും വൈഫും നമ്മൾ എഗ്രിമെൻ്റ് ആയിരിക്കണം. ഒത്തിരി വീട്ടിലെ കുഴപ്പം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും തമ്മിൽ തന്നെ എഗ്രിമെൻ്റ് ഇല്ല. അപ്പൻ ഡിസിപ്ലിൻ ചെയ്യാൻ പിടിക്കുമ്പം അമ്മ ഇതുവഴി പിടിക്കുന്നു. അമ്മ എന്തേലും പറയുമ്പോൾ അപ്പൻ കുഞ്ഞിൻ്റെ സൈഡ് പിടിക്കുന്നു. അപ്പം തന്നെ പിള്ളേർ എസ്കേപ്പ് ചെയ്യും. അവർക്ക് ഏറ്റവും വലിയ വളമാണ്. അപ്പനും അമ്മയും പറയുന്ന ഒരേ വാക്കായിരിക്കണം. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഇരുന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് ഒറ്റ ശബ്ദമായിരിക്കണം. എല്ലാ കാര്യത്തിലും വൺ വോയിസ് ആയിരിക്കണം. കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ പറയും ഒരു സ്റ്റിക്ക്, കെയിൻ സ്റ്റിക്ക്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇപ്പം വല്ലതും പരിഷ്കാരങ്ങൾ വന്നോന്ന് എനിക്കറിയത്തില്ല. ഒരു 12 വയസ്സൊക്കെ കഴിഞ്ഞാൽ അടിക്കാൻ പാടാ, പറ്റുകയില്ല, തിരിച്ചടിക്കും അവർ നമ്മളെ. ഈ പറയുന്നതൊക്കെ ചില പുസ്തകങ്ങളിലൊക്കെ അവർ പറയുന്നത് 7 വയസ്സിന് മുമ്പേ എന്നാണ്. ഞാനത് ഇച്ചിരി കൂടെ അങ്ങ് കൂട്ടി 12 വയസ്സ്. അത് കഴിഞ്ഞൊന്നും അവരെ അടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ അവരുടെ ഭോഷത്വം മാറണമെങ്കിൽ ഈ സാധനം വേണം എന്ന് ദൈവവചനം പറഞ്ഞു കഴിഞ്ഞു. നമ്മളതിനെ ലഘൂകരിക്കാൻ നോക്കണ്ട. പാശ്ചാത്യ സംസ്കാരങ്ങളിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ജെൻറ്റിൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞ് അവർ തുടങ്ങിയതിൻ്റെ അനന്തരഫലം ഇന്ന് ചില തലമുറകൾക്ക് ശേഷം അവിടെ വ്യക്തമായി ജീവിതങ്ങളിൽ ചിത്രീകരിച്ചത്. സഭയ്ക്കകത്ത് പിള്ളേരില്ലല്ലോ, സഭകളെല്ലാം പബ്ബായി മാറി. അവിടുത്തെ ചർച്ചസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തല നരച്ച കുറച്ച് അപ്പച്ചനും അമ്മച്ചി ഇരിപ്പുണ്ട് ആ പള്ളിക്കകത്ത്. അതല്ലാതെ പിള്ളേരൊന്നും സഭയെ കയറത്തേയില്ല. ഇത് ദൈവത്തിൻ്റെ വഴികളിൽ നടന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടിയും ദൈവം നമുക്ക് തരുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ചൂരൽ വടിയുണ്ടല്ലോ, അത് ഈ അങ്ങനത്തെ ഈ കടകളിൽ നിന്ന് അത് മേടിക്കാൻ കിട്ടും. 5 രൂപയായിരുന്നു അന്ന് ഒരു വടിക്ക്. അത് മേടിക്കുമ്പോൾ ഒരു 5-6 എണ്ണം മേടിക്കും. കാരണം ഇവരിത് ഓടിച്ച് ഇവരുടെ കൈ കിട്ടിയാൽ
ഇവരിത് ഓടിച്ച് കളയും. അപ്പോൾ ഇത് എപ്പോഴും എപ്പോഴും മേടിക്കണ്ടല്ലോ എന്ന് കണ്ട് ഈ സാധനമൊക്കെ മേടിക്കാൻ പോകുന്ന പോലെ ഇതിന് ഒരു 5-6 എണ്ണം സ്റ്റോക്കായിട്ട് ഞങ്ങൾ മേടിച്ച് പാത്തു വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ സംഗതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ എല്ലാത്തിനും ഒത്തിരി നിബന്ധനകളങ്ങ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവരൊരു തെറ്റ് കാണിക്കുമ്പോൾ മക്കളെ അതിങ്ങനല്ല, നീ ചെയ്തത് തെറ്റാണ് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, വീണ്ടും അവരതേ ഒരു കുഴപ്പം കാണിക്കും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പേരും കൂടെ തീരുമാനിച്ച്, ഹസ്ബൻഡ് കുറച്ചുകൂടെ ശാന്തനായ ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെ ആ ഉത്തരവാദിത്വം, എനിക്ക് ദേഷ്യം വരും ചിലപ്പം, അപ്പം അനാവശ്യമായിട്ടൊക്കെ വല്ലതും ചെയ്തു പോകുമോ എന്നോർത്ത് പുള്ളിയെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു വിഷയമുള്ളപ്പം പപ്പായുടെ കൂടെ പിള്ളേർ, മൂത്തത് മോനും പിന്നെ 2 പെൺപിള്ളേരുമാണ്, അവർ എല്ലാവരും മുറിക്കകത്തേക്ക് പോകും. എപ്പോഴും പ്രൈവറ്റായിട്ട് ഡിസിപ്ലിൻ ചെയ്യുന്നതാണ് നല്ലത്. പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുമ്പിൽ അലക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യും. അവിടെ പോയിരുന്ന് കാര്യം പറയും. അടിക്കാൻ പോവുക, എന്തിനാ അടിക്കുന്നതെന്ന് ആദ്യം പറയും, പല പ്രാവശ്യം പറഞ്ഞിട്ട്. എന്നിട്ട് നല്ല അടി, ഈ പോർഷൻ ഇവിടെ തൈസ് ബട്ടക്സ് ഇവിടെയാണ് നമ്മൾ അടിക്കാൻ നല്ല സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഗനും ഇഞ്ചുറി ഒന്നും വരത്തില്ല. അവരെ ഹർട്ട് ചെയ്യാന്നുള്ളതല്ല, പക്ഷെ ഒന്ന് വേദനിക്കണം അവർക്ക്. മുറിവേൽപ്പിക്കാനല്ല, പക്ഷെ വേദനിക്കണം. നമ്മുടെ അടിയുടെ ഉദ്ദേശം അതാണ്. 2 3 നല്ല അടി കൊടുക്കുമ്പം കുഞ്ഞുങ്ങൾ കരയും, അവിടെ തന്നെ ഇരിക്കും. കരച്ചിൽ കഴിയുമ്പം പപ്പ അവരെ ചേർത്ത് പിടിക്കും. മക്കളെ സ്നേഹം ഉള്ളതുകൊണ്ടല്ലയോ പപ്പ ഇങ്ങനെ ചെയ്തത്, ഇത് തെറ്റല്ലയോ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് പിന്നെ മുറിക്കകത്തുനിന്ന് ശാന്തമായിട്ട് 2 പേരും കൂടെ കുറച്ച് കഴിയുമ്പം ഇറങ്ങി വരുന്ന കാഴ്ചകൾ. ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഒരു സിസ്റ്റം. ഓരോരുത്തർക്ക് അത് ഓരോ സിസ്റ്റം, പക്ഷെ അത് കുഞ്ഞുങ്ങൾക്ക് ഗുണകരമായി. ഇതിലൂടെ എല്ലാം നമ്മൾ ചെയ്യുന്ന എന്തുവാന്ന് പറഞ്ഞാൽ, അവർക്കൊരു സ്വയമായിട്ടുള്ള എന്താ പറയുന്നത്, ഒരു റെബല്യൻ ഉണ്ട് അവരുടെ ഉള്ളിലെ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, അതൊന്ന് ബ്രേക്ക് ചെയ്യണം. ആ സെൽഫ് വില്ലൊന്ന് ബ്രേക്ക് ചെയ്യണം. അതങ്ങനെ ചെയ്യേണ്ടുന്ന ഒരു ഈ കാട്ടാനെയും ഇതിനെയൊക്കെ മെരുക്കിയെടുക്കുന്ന പോലെ അങ്ങനെ ഒരു സാധനം അവർക്ക് വേണം. അത് പക്ഷെ വളരെ സ്നേഹത്തിൻ്റെ പുതപ്പിൽ കൺട്രോൾഡായിട്ട് നമ്മളത് ചെയ്യണം, റിപ്പീറ്റഡ്ലി. അതവരുടെ ജീവിതത്തിലേറെ അനുഗ്രഹത്തിന് കാരണമായി തീരും. അപ്പം ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കുക. പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എഫേസ്യ ലേഖനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. 6-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. മക്കളെ അപ്പം പിള്ളേരോടുള്ള ബന്ധത്തിൽ അവർക്ക് വേണ്ടുന്ന ഒരു കഴിവെന്താണെന്നറിയാമോ? അനുസരണത്തിൻ്റെ ഒരു ആത്മാവ് അവരിൽ വേണം. അത് തന്നെ ഒട്ട് വരത്തുമില്ല. അതാ നമ്മൾ അവരെ ഈ പഠിപ്പിച്ചെടുക്കുന്നത്. കാരണം ദൈവം അവരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്തോ, അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണം. അവർക്ക് തന്നെ ആ ക്വാളിറ്റി വരത്തില്ല. കൊച്ചു പിള്ളേരെ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ പാപത്തിൽ സുവിശേഷം പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ്. കൊച്ചു പിള്ളേരെ 2 വയസ്സുള്ളവരെ ആരാ അവരെ അടിയിടാൻ പഠിപ്പിക്കുന്നത്? നമ്മൾ മക്കളെ അടിയിടരുതെന്നില്ലയോ പഠിപ്പിക്കുന്നത്? അടിയിടണമെന്ന് അവരുടെ DNA-ക്കകത്തുണ്ട്, അവർക്കറിയാം അല്ലേ? ഒരു സാധനം അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് നോക്കിക്കേ, ഉടനെ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു പാവയോ ഒരു ചോക്ലേറ്റോ ഒന്ന് എടുത്ത് നോക്കിക്കുക, എന്നാ എടുത്തോ എന്ന് പറയും. എടുത്തോ ആൻറ്റി എടുത്തോ, അങ്ങനെയാണോ അവർ പറയുന്നേ? ഉടനെ തിരിച്ച് തട്ടിപ്പറിക്കും. അതാ ആ മനുഷ്യൻ്റെ നേച്ചറാണ്. അവരനുസരിക്കണം. ഇതവർ പഠിച്ചിരിക്കണം. കാരണം എന്താണ്? നിനക്ക് നന്മയുണ്ടാകുവാനും. അതെ, ആ ആ അതെ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായത്. നമ്മൾ അങ്ങോട്ട് തിരിയണ്ട. 1 യോഹന്നാൻ 4:20 പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ്. എന്താ? കാണപ്പെടുന്ന നിന്റെ സഹോദരനെ
നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? നീ കള്ളനാന്നാ പറയുന്നേ അല്ലേ? നമുക്കെല്ലാം ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ആരാധനയുമാണ്. പക്ഷേ സഹോദരനെ സ്നേഹിക്കാൻ അത് ദൈവം ഒരിക്കലും അംഗീകരിക്കത്തില്ല. ലെറ്റ് us not be deceived. അത് അങ്ങനെ അല്ലെന്നാ പറയുന്നേ. നിനക്ക് വാസ്തവമായി ദൈവത്തോട് സ്നേഹമുണ്ട് എങ്കിൽ നിന്റെ സഹോദരനെ നീ സ്നേഹിച്ചിരിക്കും. ആ ബന്ധം കണ്ടിട്ടാണ് ദൈവത്തോട് നിനക്ക് എത്ര സ്നേഹമുണ്ടെന്ന് അളക്കാൻ പോകുന്നത് എന്നല്ലേ അവിടെ പറയുന്നത്. അത് തന്നെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നിന്റെ മാതാപിതാക്കളെ കാണപ്പെടുന്ന മാതാപിതാക്കളെ നിനക്ക് അനുസരിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ നീ എങ്ങനെ അനുസരിക്കും? അപ്പം മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളിൽ ഒരു ഭയങ്കര കപ്പാസിറ്റി വരിക. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ എപ്പോഴും ശമൂവേൽ ബാലന്റെ കാര്യം പറയാറുണ്ട് അല്ലേ? ശമൂവേൽ ബാലൻ, അവൻ്റെ അമ്മ അവനെ സമർപ്പിച്ചു, ദേവാലയത്തിൽ സമർപ്പിച്ചു. അവിടെ ഏലി പുരോഹിതനോട് കീഴ്പ്പെട്ട് ജീവിക്കുക. അദ്ദേഹം പറയുന്നത് കേട്ടും അനുസരിച്ചും ഈ വ്യക്തി ജീവിക്കുക അവിടെ. അതുകൊണ്ടാണ് ശമൂവേൽ ശമൂവേൽ എന്ന് വിളിച്ചപ്പം ആദ്യമേ ശമൂവേൽ എങ്ങോട്ടാ ഓടിപ്പോയത്? ആ ഒരു ശീലമുണ്ട്. ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇപ്പോഴത്തെ പിള്ളേരെ വിളിച്ചാൽ വിളി കേൾക്കത്തില്ല അല്ലേ? അമ്മമാരുടെ ഒരു സ്ഥിരം പ്രശ്നമില്ല അത്. അവർ കേൾക്കാത്തതൊന്നുമല്ല. ഒരു 5 പ്രാവശ്യം വിളിച്ചാലായിരിക്കും അവര് അത് ഒരു ശരിക്കൊന്നുമല്ല. അതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഒരു കപ്പാസിറ്റിയാണ് അത്. ശമൂവേൽ എന്ന് കേട്ടപ്പോൾ ഏലി ആയിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞു ഓടി ഏലിയുടെ അടുക്കലേക്കാ പോയത്. സ്തോത്രം. അങ്ങനെ ജീവിച്ച് പരിചയിച്ചതുകൊണ്ട് അവന് ദൈവശബ്ദം കേൾക്കുവാൻ ഒരു കഴിവുണ്ടായി ആ ബാലന്റെ ഉള്ളിൽ അല്ലേ? അപ്പൊ ഈ കഴിവ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. താഴോട്ട് നമുക്ക് വായിക്കാം. 4-ാം വാക്യം. പിതാക്കന്മാരെ രണ്ട് കാര്യം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാതെ, കോപിപ്പിക്കാതെ, അവരെ ഇറിറ്റേറ്റ് ചെയ്യാതെ. മിക്കവാറും മാതാപിതാക്കളുടെ അമ്മമാരുടെ അല്ലേ, നമുക്കൊക്കെയുള്ള നമ്മൾ പറഞ്ഞ് പിള്ളേരെ ഇറിറ്റേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ദിസ് ഈസ് ദ ആർട്ട് ഓഫ് പാരന്റിങ് എന്ന് പറയുന്നത്. എന്നാ അവരെ കോപിപ്പിക്കാനും പാടില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ വഴിക്ക് കോപിപ്പിക്കാനും പാടില്ല, പക്ഷെ അവരുടെ വഴിക്കൊട്ട് വിടാനും പറ്റുകയില്ല അല്ലേ? അപ്പോൾ ഒരു ബാലൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ കോപിപ്പിക്കരുത്. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ക്രിയേറ്റീവായിട്ടുള്ള വിധങ്ങളിൽ, അവർക്ക് മനസ്സിലാവുന്ന വിധങ്ങളിൽ, സ്നേഹത്തിൻ്റെ ഭാഷകളിൽ. എനിക്കിതിങ്ങനെ ചെയ്യാൻ അറിയത്തുള്ളൂ എന്നല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലതെല്ലാം പുതിയതായിട്ട് പഠിക്കുക, അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക അല്ലേ? അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവരെ ട്രെയിനിങ് കൊടുത്ത്. ഇത് തന്നെ കൊലോസ്യ ലേഖനത്തിലും നമ്മളോട് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യാൻ 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. 2 കാര്യങ്ങളേ ഉള്ളൂ. മക്കൾ മാതാപിതാക്കളോട് അനുസരണം കാണിക്കണം. കുഞ്ഞുങ്ങൾ അധൈര്യപ്പെടാതെ. ഇന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ ഡിസ്കറേജ്ഡ് ആണ് അല്ലേ? അവരാ വളർന്നു വരുന്ന പ്രായത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ പഠിത്തം, പിയർ പ്രഷർ, കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ പഠിത്തം അല്ലേ, ഇതെല്ലാം കാരണം കുഞ്ഞുങ്ങൾ ഓൾറെഡി ഒരുപാട് സ്ട്രെസ്ഡ് ആൻഡ് കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ഇവിടെ പറയുന്നത് എന്തുവാ? നിങ്ങളുടെ മക്കളെ അവരധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. നിങ്ങളോടങ്ങ് തുടങ്ങാതിരി. ഒത്തിരി പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവരെ എൻകറേജ് ചെയ്യും. ഈ കുഞ്ഞുങ്ങൾ, അവരുടെ ചെറിയ മനസ്സെന്തുവാണെന്നറിയാമോ? അവരുടെ മാതാപിതാക്കൾ അവരെക്കുറിച്ച് എന്ത് പറയുന്നു അവരത് വിശ്വസിക്കും. നമ്മുടെ ദേഷ്യത്തിലായിരിക്കും മണ്ടനാണ്, വഴക്കാളിയാണ്, കഴുതയാണെന്നൊക്കെ നമ്മളങ്ങ്
പറയുമല്ലോ, പറയുന്ന ആ ഫ്ലോയിൽ പലതും നമ്മളങ്ങ് പറയും. അവൻ ശരിക്കും ഞാനൊരു മണ്ടനാണെന്നും പറഞ്ഞ് വിശ്വസിച്ച അവൻ വളർന്നു വരുന്നത്. കാരണം മാതാപിതാക്കന്മാർ മക്കളുടെ ഏറ്റവും വലിയ പ്രവാചകന്മാരാണ് അല്ലേ? ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതനാണ്, കുടുംബത്തിൻ്റെ പുരോഹിതനാണ്, പ്രവാചകനാണ്. ആ മക്കളെക്കുറിച്ച് എന്ത് പറയുന്നു അവരത് വിശ്വസിക്കും. ഇനി അവർ ദൈവത്തിൻ്റെ വഴിയിലല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനും പ്രാർത്ഥിക്കാനും പ്രവചിക്കാനും ദൈവത്തിൻ്റെ വഴികളിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള ഒരു ഭയങ്കര സംഗതി കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. 1 ശമൂവേൽ, ഇത് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ടുന്ന പോലെ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ 1 ശമൂവേൽ 15 ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇവിടെ മക്കളെക്കുറിച്ചൊന്നുമല്ല, പക്ഷെ ശൗൽ രാജാവിൻ്റെ ഒരു വിഷയമാണിവിടെ. 22 1 ശമൂവേൽ 15:22. അതെ, ദൈവത്തിന് ഈ പുറമേയുള്ള കാര്യങ്ങളൊന്നുമല്ല, അനുസരണമാണ് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ആ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളെ നോക്കുന്ന ഒരു ദൈവമാണ്, നമ്മൾ പുറമേ കാണിക്കുന്നതിനെക്കാട്ടിലും. അപ്പം ഇതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. ശൗൽ രാജാവ് തന്നോട് പറഞ്ഞ കാര്യത്തിൽ നിന്നും അനുസരണക്കേട് കാണിച്ചു. പക്ഷെ പുള്ളി ജസ്റ്റിഫൈ ചെയ്യുക, അയ്യോ ഞാൻ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് ഇത് ചെയ്തത്, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. പക്ഷേ പ്രവാചകൻ വന്നു പറഞ്ഞു, ഒത്തിരി ഒന്നും പറയണ്ട, ദൈവം പറയുന്നത് അക്ഷരം പ്രതി നീ അനുസരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ പോയി കഴിഞ്ഞാൽ തീർന്നു. 23 വാക്യം വായിക്കാമോ? അതെ 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 ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 23 വാക്യം, മത്സരം. നമ്മുടെ മക്കളിലൊക്കെ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്ന പ്രവണതകളാണ് അല്ലേ? അവർ കൊച്ചു പിള്ളേരൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളിതിനെ ഈസിലി വി ടോളറേറ്റ്. പക്ഷേ അത് എന്തുമാത്രം ഇംപ്ലിക്കേഷനുള്ള ഒരു സാധനമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ജീവിതത്തിനകത്തുനിന്ന് ഇതിനെ പിഴുതു കളഞ്ഞില്ലെങ്കിൽ നോക്കിക്കേ, മത്സരം എന്തുവാ? ആഭിചാരദോഷം പോലെയാണ്. അവിടെ കൊണ്ടെത്തിക്കും ഈ സാധനം ജീവിതത്തിനകത്ത്. ശൗലിൻ്റെ അന്ത്യം നമുക്കറിയാം. ശൗലിനെ ലക്ഷണം പറയുന്നവരുടെ അടുക്കൽ വരെ കൊണ്ടെത്തിച്ച പുള്ളിയുടെ അകത്ത് ഈ സാധനമല്ലേ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് ദാവീദ് ഇവിടെ നിൽക്കുമ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആളായി ഈ പുള്ളിക്ക് ഇഷ്ടമുള്ളതേ പുള്ളി ചെയ്യത്തുള്ളൂ. കാര്യമൊക്കെ ശരിയാ, എല്ലാത്തിലും ഓക്കെയാ, പക്ഷേ എന്താ, ഒരു മത്സര ബുദ്ധിയാണ്. ദൈവം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ കൂടി ഇച്ചിരി കൂടെ ഒന്നി ആഡ് ചെയ്യുക, അല്ലെ സബ്ട്രാക്ട് ചെയ്യുക. നോക്കിക്കേ പറയുന്നത്, മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം, ഇൻസബോർഡിനേഷൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു ഭവനത്തിൽ ഒരു മകനായി മകളായി വളർന്നു വരുമ്പോൾ ഡീലാകേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികളായത്. അതെന്തോ പോലെയാണെന്ന് പറയുന്നത്, വിഗ്രഹാരാധന പോലെയാകും. മിഥ്യാഭൂജ ആരാധന, വിഗ്രഹാരാധന പോലെ അത്രയ്ക്കും ദൈവം വെറുക്കുന്ന 2 പ്രവണതകളായത് അല്ലേ? അപ്പം നമ്മുടെ മക്കളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ശരിയല്ലായിരിക്കും. നമ്മുടെ ബന്ധങ്ങളിലും മറ്റുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ തന്നെ ഈ കാര്യത്തിനകത്ത് ശരിയല്ലായിരിക്കും. പക്ഷേ ഇതേറ്റവും അധികം ഡീലാകേണ്ടുന്നതായിട്ടുള്ള 2 വിഷയങ്ങളാണ്. എത്രയോ അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്ന ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ രസകരമായിട്ടുള്ള ഒരെണ്ണം ഞാൻ ഓർക്കുന്നത്, ഒരു ഹസ്ബൻഡും വൈഫും. കാരണം ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഈ വാല്യൂസ് ജീവിതത്തിൽ എല്ലായിടത്തും ഇവർക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടുന്നതാണ്. അപ്പം വീട്ടിൽ അപ്പനെയും അമ്മയും അനുസരിക്കാൻ പഠിക്കാത്ത ഒരു പെൺകുട്ടിയെ നമ്മൾ അവളെ കല്യാണം കഴിച്ച് വിട്ടെന്ന് വിചാരിച്ചോ, അവിടെ ഭർത്താവിനെ അവൾ അനുസരിക്കുമോ? പെട്ടെന്ന് അവൾക്ക് ദിവ്യമായിട്ട് ആ ശക്തി എവിടുന്നെങ്കിലും വരുമോ? വരത്തില്ല.
ഒരു വിശ്വാസി കുടുംബം, ഹസ്ബൻഡും വൈഫും അല്ലേ, അവർ ഡിവോഴ്സ് ആകാൻ ഓൾമോസ്റ്റ് തീരുമാനിച്ചു. അവരുടെ പാസ്റ്റേഴ്സ് പറഞ്ഞു വിട്ട് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞും അവളുടെ ഹസ്ബൻഡും വൈഫും അവരോട് ആദ്യം സംസാരിക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ ആ വർത്തമാനം കേട്ടിട്ട് എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇത് നോൺ സ്റ്റോപ്പ് നമ്മൾ പറയുന്ന കേൾക്കത്തേ ഇല്ല. ഇങ്ങനെ കംപ്ലൈൻറ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറേയൊക്കെ ഞാൻ നോക്കി, പിന്നെ ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തോട്ടിരുന്നിട്ട് ഈ മോടെ പപ്പായും മമ്മിയും ഒന്ന് കയറ്റി വിടാൻ പറഞ്ഞു. നല്ല ഒരു സാധുക്കളായ നല്ലൊരു അച്ചായൻ കയറി വന്ന് അങ്ങോട്ടിരുന്ന് എന്തോ അച്ഛാ ഇങ്ങനെ ഏതാണ്ട് ഞാനൊന്ന് ചോദിച്ചപ്പോൾ ആ ഫാദർ എടുത്ത വായിൽ എന്നോട് പറഞ്ഞു, എൻ്റെ ഡോക്ടറെ ഇവള് പണ്ട് മുതലേ ഇങ്ങനെ, ഞങ്ങൾ പറയുന്നതും ഇവള് കേൾക്കത്തില്ല. പുള്ളി എടുത്ത അമ്മ ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ അമ്മ ഇവക്ക് എല്ലാത്തിനും സൈഡ് നിൽക്കാൻ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറ്റപ്പെടുത്തും. പിള്ളേർ നല്ലതായിട്ട് വന്നാൽ നമ്മൾ പറയും നമ്മുടെ ഗുണങ്ങൾ, എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ പറയും അല്ലേ. ഞാൻ സത്യം പറഞ്ഞ അവിടെ ഇരുന്ന് ഞാൻ ഒരുപാട് ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന. ഞാനങ്ങ് സ്റ്റണ്ടായിട്ട്, അവർക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായി കാണത്തില്ല, ഞാനങ്ങ് സ്റ്റണ്ടായിട്ട് ഇരുന്നു പോയി. ഒരു വിവാഹ ജീവിതത്തിലേക്ക് കയറ്റി വിടുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടൊരു ഈ ക്വാളിഫിക്കേഷൻ വേണ്ടേ? കല്യാണം കഴിച്ചാൽ ഇത് ശരിയാ. അതുപോലെയല്ലേ എന്താ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ആമ്പിള്ളാരെ ശരിയാക്കാൻ മാതാപിതാക്കൾ എന്തുവാ ചെയ്യുന്നേ? അവനെ കെട്ടിച്ചു വിട്ടു. അവരുടെ ഭാരം അവരങ്ങ് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എന്തോ ഒരു ദോഷമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, വേറെ ഒരു കുടുംബത്തിന്, എത്രയോ വ്യക്തികൾക്ക്. അത് നമുക്കറിയാം, വിവാഹമെന്നൊക്കെ പറയുമ്പം ദൈവത്തിൻ്റെ മുൻപിൽ പിന്നെ അത് പെട്ടുപോയില്ലേ? വിവാഹമോചനമെന്നുള്ളത് ദൈവമക്കൾക്കൊരു ഓപ്ഷൻ അല്ല. ഇന്നെന്താ കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ കേസ് ആരുടെയാ കിടക്കുന്നത്? തിരുവല്ല പോലുള്ള സ്ഥലത്ത് വിശ്വാസികളുടെ. അവര് നൈസായിട്ട് വന്ന് പറയും, ആ പ്രവാചകൻ ആലോചന പറഞ്ഞെന്ന് പറയും. എളുപ്പമുണ്ടല്ലോ. അത് ഏത് പ്രവാചകനെ ഇങ്ങനെ ആലോചന പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ അല്ലേ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ആലോചനകൾ ഒരു പ്രവാചകനും പറയാൻ പാടില്ല. അപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ മരണം വേർപിരിക്കും വരെയും നിവർത്തിക്കേണ്ട ഒരു ബന്ധത്തിന് വേണ്ടി എത്ര ഒരുക്കത്തോടെ വേണം ഒരു പെൺകുട്ടിയല്ലേ ഒരു ആൺകുട്ടി ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ? ആ മാതാപിതാക്കൾ അതിന് ഉത്തരവാദികളല്ലേ? ഇതൊക്കെ ദൈവത്തിൻ്റെ. ഇന്ന് അവിടുന്ന് ഇവിടെ നോക്കുക കുറേ കാര്യങ്ങൾ നമ്മൾ വലിയ സ്റ്റഡി ആയിട്ട് എടുക്കാൻ പോയാൽ ഒരുപാട് സെമിനാർ ടോപ്പിക്സാണ്, ഒത്തിരി വിഷയങ്ങളുണ്ട്. എന്നാൽ നമുക്കൊരു അവയർനെസ് വരാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. 100 കഥകളാണ് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നത് അല്ലേ. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ 2 ടൈപ്പും ഉണ്ട്. ഒത്തിരി ലാവിഷായിട്ട് പിള്ളേരെ ലാളിച്ച് ഫോണും മേടിച്ചു കൊടുത്ത് അല്ലേ അങ്ങനെ വഷളാക്കുന്നവരുമുണ്ട്. ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് സ്നേഹിക്കാതെ അങ്ങനെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കുന്നവരും 2 കൂട്ടരുമുണ്ട്. അപ്പം എനിക്ക് വളരെ വിനയമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, എനിക്ക് ഈ പിള്ളേരോടൊക്കെ ഭയങ്കര ഒരു കരുണയാണ്, സ്നേഹമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ട് തെറ്റിപ്പോകുന്നവരുണ്ട് അല്ലേ. ഇനിയിപ്പോൾ അപ്പനും അമ്മയും തലകുത്തി മറിഞ്ഞു നിന്നെന്ന് പറഞ്ഞാൽ പോലും ഏതാ മുടിയനായ പുത്രൻ്റെ കഥ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്നിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. പിള്ളേർ തെറ്റിപ്പോയി അതുകൊണ്ട് മാതാപിതാക്കൾ കുഴപ്പമായിരുന്നെന്ന് എല്ലാ കേസിലും നമുക്ക് അങ്ങോട്ട് പറയാൻ ഉറപ്പിച്ച് പറ്റുകയില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ അവരെ മടക്കി വരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടല്ലോ. അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് വ്യക്തിപരമായതൊന്നും ഇന്ന് പറയാൻ സമയമില്ല. പക്ഷേ നമ്മൾ
തലമുറകളുടെ ദൈവമാണെന്ന് പറഞ്ഞ് നമ്മൾ അതിൽ അഭിമാനം കൊള്ളുന്നവരാ അല്ലേ? നമ്മുടെ ദൈവം 4 തലമുറ വരെ അനുഗ്രഹിക്കുന്ന ദൈവം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ വ്യക്തിപരമായി ദൈവത്തോടൊരു എൻകൗണ്ടർ ഉണ്ടായില്ലെങ്കിൽ ആത്മീയ ജീവിതം അധപ്പതിക്കും. യോശുവയുടെ കാലത്ത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞ് താൻ പ്രതിഷ്ഠിച്ചു. ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്ന മനുഷ്യനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത തലമുറകൾ വന്നപ്പോൾ അല്ലേ, മോശയുടെ ദൈവം, യോശുവയുടെ ദൈവം, ദൈവത്തോട് വ്യക്തിപരമായ അനുഭവമില്ലെങ്കിൽ താഴോട്ട് പോകും. സെക്കൻഡ് ജനറേഷൻ മീഡിയോക്രിറ്റി ആൻഡ് തേർഡ് ജനറേഷൻ അപ്പോസ്റ്റസി. 2ാമത്തെ തലമുറയാകുമ്പോഴത്തേക്കിന് ഒരു ആവറേജ് സ്പിരിച്വാലിറ്റി ആയി. 3ാമത്തെ തലമുറയാകുമ്പോഴത്തേക്കിനും ദൈവത്തെ അറിയാത്ത ഒരു തലമുറ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പറയുമ്പോൾ ദൈവശബ്ദം കേട്ടിറങ്ങിയ എബ്രഹാം, വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന, ദൈവത്തിൻ്റെ സുഹൃത്തെന്ന് വിളിക്കപ്പെടുന്ന, ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച ഒരു മനുഷ്യൻ എബ്രഹാം. എന്നാൽ ഇസഹാക്കിൻ്റെ കാലം വന്നപ്പോഴത്തേക്കിനും വലിയ കുഴപ്പമില്ല. പക്ഷേ അബ്രഹാം ഒത്തിരി യാഗപീഠങ്ങൾ പണിഞ്ഞു. പക്ഷേ ഇസഹാക്ക് കൂടുതലും എന്തോ ചെയ്യുമായിരുന്നു? കിണറ്. നമ്മളത് ഉണർവിൻ്റെ കിണറാന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു ആത്മീയതയിലേക്ക് കൊണ്ടുവരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പണി കിണർ കുഴിക്കുക എന്നായിരുന്നു. അധികം യാഗപീഠങ്ങൾ പണിതതായി വായിക്കുന്നില്ല. യാക്കോബിൻ്റെ അല്ലേ, അവരുടെ മക്കൾ വന്നപ്പോഴത്തേക്കിന് ഏശാവ് ദൈവത്തെ അറിയാൻ മേലാത്ത ഒരു തലമുറ. യാക്കോബ് പഠിച്ച സർവ്വപണിയും കാണിച്ച് നടന്ന അവസാനം ജീവിതത്തിലൊരു ക്രൈസിസ് വന്നപ്പോൾ, ഇനിയും മുമ്പോട്ട് പോയാൽ ദൈവമില്ലാതെ ശരിയാവത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആക്സിഡൻറ്റിൽ ചാകാൻ പോയപ്പോൾ, വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടി എന്നൊക്കെ എന്ന് പറയുന്നത് പോലെയായി 3ാം തലമുറ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം നമ്മുടെ പാരമ്പര്യത്തിലും നമ്മൾ ദൈവത്തെ അറിഞ്ഞെന്നും നമ്മുടെ പ്രസ്ഥാനത്തിലൊക്കെ നമ്മൾ ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്നവരാണെങ്കിലും ഈ ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഇരിക്കട്ടെ അല്ലേ? നമ്മൾ ഫസ്റ്റ് ഹാൻഡായിട്ട് ദൈവത്തെ കണ്ടിറങ്ങിയവരായിരിക്കും. അതൊക്കെ നമ്മുടെ പെന്തക്കോസ്ത് ഗോളങ്ങളിലെല്ലാം സംഭവിച്ചതല്ലേ അല്ലേ? റിവൈവല് നടന്ന, ഉണർവുകൾ നടന്ന എല്ലാ ഇടങ്ങളിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. ദൈവത്തെ മുഖാമുഖം കണ്ടു അല്ലേ? മാർട്ടിൻ ലൂതറിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ടെടുത്ത് പഠിച്ചു നോക്കിയാൽ അതിന് മുൻപ് മുതൽ നമുക്കറിയാം, നമുക്ക് അനുഭവമുണ്ട്. ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കെയർ ഓഫിൽ ഇതിനകത്തോട്ട് കയറാമെന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേരിരുന്ന് അത് നടക്കുകയല്ല. ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആവശ്യമാണ് അല്ലേ? അതിനു വേണ്ടിയുള്ള നമ്മുടെ റിജിഡ് മെൻറ്റാലിറ്റി വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന എൻ്റെ വിശ്വാസത്തിൻ്റെ ചുവടുകളിൽ എൻ്റെ മകൻ വരണം എന്നൊക്കെ പറയുന്നത് ശരിയാ. പക്ഷേ അവന് ദൈവത്തോട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ വിഷയമാണ്. അതില്ലെങ്കിൽ ഉറപ്പാണ്, പ്രഡിക്റ്റബിളാണ് അല്ലേ? ദാവീദ്, ശലോമോൻ തലമുറകൾ, സെക്കൻഡ് ജനറേഷൻ. 3ാമത്തെ ജനറേഷൻ ആയപ്പോഴത്തേക്കിന് ഒത്തിരി മക്കളുണ്ടായിരുന്നു അല്ലേ? റഹോബോം എന്നൊക്കെ പറയുന്നത് ദൈവത്തെ അറിയാത്ത, തന്നിഷ്ടത്തിൽ നടന്ന തലമുറകൾ കഴിയും തോറും ദൈവവുമായിട്ട് മുഖാമുഖമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അവർക്കില്ലെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ആത്മീയ ജീവിതം അധപ്പതിക്കും. അപ്പോൾ ആ ദൈവഭയത്തോട് വേണം നമ്മൾ, നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ അങ്ങ് കയറിപ്പൊക്കോളും എന്ന് നമ്മൾ വിചാരിക്കരുത്. തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം ഉറപ്പായിട്ടും ഇവരെ അനുഗ്രഹിക്കും. പക്ഷേ അതിൻ്റേതായ കുറവുകൾ അവിടെ ഒരുപക്ഷെ ഉണ്ടായെന്നിരിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.